പ്രൈസ് ദി ലോർഡ്. ധന്യനായ യേശു കർത്താവിൻ്റെ തിരുനാമത്തിന് എല്ലാ സഹോദരങ്ങൾക്കും വന്ദനങ്ങൾ. ബഹുമാന്യ ദൈവദാസൻ കെ സി തോമസ് സാറ്, സതീഷ് പാസ്റ്റർ, പ്രിയ ബെന്നി പാസ്റ്റർ, ആദരനായ പ്രിയ പിതാവ് കോശി പാസ്റ്റർ, ഇവിടെയുള്ള കർത്തൃദാസന്മാർ, പാട്ടുപാടുന്ന സുഹൃത്തുക്കൾ, മറ്റ് സഹോദരി സഹോദരന്മാർ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകലും രാത്രിയുമായി 2 ശുശ്രൂഷകൾ നിങ്ങൾക്കൊപ്പം ചിലവഴിക്കാൻ എളിയവനായ എനിക്കും കർത്താവ് തന്ന മഹത്തര ഭാഗ്യത്തിനായി സ്തോത്രം. ഈ പകൽ യോഗത്തിലും രാത്രിയിലേക്കും എന്നെയും ക്ഷണിച്ച കർത്തൃദാസന്മാരോടുള്ള ഹൃദയംഗമമായ നന്ദി ആമുഖമായി തന്നെ അറിയിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിലെ വചന ധ്യാനത്തിലേക്ക് നമുക്കൊരുമിച്ച് പ്രവേശിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായം 23 മുതൽ 26 വരെയുള്ള വേദഭാഗങ്ങളെ വായിച്ച് തിരുവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. എബ്രായർ 11-23 മുതൽ 26 വരെ. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരൻ എന്ന് അമ്മയപ്പന്മാർ കണ്ടു. രാജാവിൻ്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. മോശെ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ദാനം എന്ന് എണ്ണുകയും ചെയ്തു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ഭാഗം. വായിച്ച വചനത്തിൻ്റെ ഉള്ളടക്കം ഞാൻ ഒന്ന് ആവർത്തിക്കുന്നു. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരൻ എന്ന് അമ്മയപ്പന്മാർ കണ്ടു. ഇതിൽ ഒരു പരിഭാഷ ശുദ്ധി ആവശ്യമാണ്. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു അസാധാരണത്വമുള്ള അല്ലെങ്കിൽ ദിവ്യഭാവമുള്ള സുന്ദരൻ എന്ന് കണ്ടു. വെറും സുന്ദരനല്ല, ദിവ്യഭാവമുള്ള അസാധാരണത്വമുള്ളവൻ എന്ന് കണ്ടു. അമ്മയപ്പന്മാർ അവനെ 3 മാസം ഒളിപ്പിച്ചു. നമ്മൾ ഈ വിഷയത്തിലേക്ക് കടക്കും മുമ്പ് ഞാനിവിടെ തീരെ കുഞ്ഞുങ്ങളെ കാണുന്നില്ല. തീരെ കൊച്ചു കുഞ്ഞുങ്ങൾ ഉണ്ടോ? ചെറിയ കുഞ്ഞൊക്കെ ഉണ്ട്. ഞാൻ ആ കുഞ്ഞ് അടക്കമുള്ള കുഞ്ഞുങ്ങളെ വളർത്തുന്ന സഹോദരിമാരോട് അല്ലെ അമ്മമാരോട് മുത്തശ്ശിമാരോട് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങാം. ഈ ഒരു കുഞ്ഞിനെ 3 മാസം ഒളിപ്പിച്ചു വെക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? 3 ആഴ്ച പറ്റുമോ? 3 ദിവസം പറ്റില്ല. 3 മണിക്കൂർ ഒളിപ്പിക്കാനാവില്ല, സാധിക്കില്ല. അങ്ങനെയെങ്കിൽ ഒരു കുഞ്ഞിനെ ഒളിപ്പിക്കാൻ അപ്പനും അമ്മയ്ക്കും കുടുംബത്തിനും വന്ന ഉത്തരവാദിത്ത ബോധത്തിൻ്റെ ഗൗരവം എത്ര പേർക്ക് മനസ്സിലാവും? എന്തിനാണ് അവർ ഒളിപ്പിച്ചത്? കാരണം രാജ്യത്തൊരു നിയമം, ആൺകുട്ടികൾ പാടില്ല. നിയമം കർശനമായി. പണ്ടും നിയമമുണ്ട്, അതുകൊണ്ട് അഹരോനുമൊക്കെ ജീവിച്ചിരുന്നു. അന്ന് നിയമം കർശനമല്ല, നിയമമുണ്ട്, ഉദാരതയുണ്ടതിന്. പ്രായം വെച്ച് നോക്കിയാൽ നിയമമുള്ളപ്പോഴാണ് അഹരോനും ജനിക്കുന്നത്. അഹരോൻ്റെ കാലത്തിൽ നിന്ന് വ്യത്യസ്തമാണ് മോശയുടെ കാലം. നിയമം കർശനം. നിയമം ലംഘിക്കുന്ന മാതാപിതാക്കളുടെ ശിരസ് ഛേദിക്കും. കൂട്ടുനിൽക്കുന്നവരെ ചാട്ടവാറിനടിക്കും, കൽത്തുറുങ്കിലിടും. വിവരം ഒറ്റിക്കൊടുക്കാത്ത അയൽവാസികളൊക്കെ അകത്തു പോകും. കർശന നിയമമുള്ളൊരു നാട്ടിൽ
3 മാസം ഒരു കുഞ്ഞിനെ ഒളിപ്പിച്ചു. എന്താ കാരണം? സൗന്ദര്യമല്ല. സൗന്ദര്യം ഉള്ളത് കൊണ്ടാണോ മാതാപിതാക്കളൊക്കെ നമ്മളെ നിലനിർത്തിയേ? അങ്ങനെയാണോ? സൗന്ദര്യമില്ല, അതുകൊണ്ട് കൊന്നു കളഞ്ഞിരുന്നെങ്കിൽ നമ്മിൽ എത്ര പേര് ഇന്ന് യോഗത്തിൽ കണ്ടേനെ? സൗന്ദര്യമില്ലാത്തവരൊക്കെ കൊല്ലുകയാണോ? അല്ല, ആ അർത്ഥമല്ല അതിന്. ആഴത്തിലേക്ക് ഇറങ്ങി ഗ്രഹിക്കണം. ശിശു ദിവ്യസുന്ദരനെന്ന് കണ്ടു, അസാധാരണത്വമുള്ളവനെന്ന് കണ്ട് ഒളിപ്പിക്കാൻ കാരണം ഇത് കേവലം ഒരു ശിശുവല്ല. 400 പരം വർഷം ഒരു ജനത കണ്ണീരണിഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ ഉത്തരമാണ്. പ്രാർത്ഥിച്ചു പ്രാപിച്ചതൊന്നും കളയാൻ പാടില്ല. അപ്പൻ വീതം വെച്ച വസ്തുക്കൾ, ശമ്പളം കിട്ടിയപ്പോൾ അധികമായി കിട്ടിയത്, ബോണസ് കിട്ടിയത്, അങ്ങനെ പലതും നഷ്ടമാകാം. പ്രാർത്ഥിച്ച് കിട്ടിയതൊന്നും കളയരുത്. അത് വിലപിടിപ്പുള്ളതാണ്, അത് മഹത്വമേറിയതാണ്. അത് ഒളിപ്പിച്ചു. ആ വീട് നിങ്ങൾക്ക് മനസ്സിലാക്കും. അഹരോന് ഉറക്കമില്ല. അഹരോൻ ഒരു പക്ഷേ വീടിൻ്റെ പരിസരം വഴി നടക്കുക. വേഷം മാറി വരുന്ന ചാരന്മാർ വസ്തുത ചൂണ്ടിക്കാട്ടി ഈ കുഞ്ഞിനെ കൊല്ലാനിടയുണ്ട്. കരഞ്ഞു വിലപിച്ച് ശബ്ദമുണ്ടാക്കുന്ന കുട്ടിയുടെ ശബ്ദം പുറത്തു വരാതിരിക്കാൻ മിറിയാമും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ വയ്യ. ഞാനത് എൻ്റെ മക്കളുടെ ചില രീതി കണ്ട് മനസ്സിലാക്കിയതാണ്. എനിക്ക് 3 മക്കളുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. മൂത്തൊരു പെണ്ണ്, രണ്ടാമത്തൊരു പെൺകുട്ടി, ഇളയതൊരു മോനാണ്. എല്ലാ വീട്ടിലും 3 മക്കളുടെടുത്ത് ഈ മൂത്തയാളും ഇളയാളും കൂടെ കൂടും. ഇടയ്ക്കത്തെ ആളിന് അല്പം പ്രതിസന്ധിയാണ്. ഇവരൊക്കെ കൂടി ഒട്ടേറെ ഏർപ്പാടുകൾ. ഈ ചെറിയ കൊച്ചിനെ നമ്മൾ തല്ലുന്നൊന്നും ആ വലിയ കൊച്ചിന് ഇഷ്ടമല്ല. അപ്പോൾ ഒരു തല്ലിനുള്ള വകുപ്പുണ്ടെന്ന് കണ്ടാൽ ഈ ചെറിയ കൊച്ചിനെ, ഇപ്പോൾ അത് വലിയ കൊച്ചായി ഡിഗ്രിക്ക് പഠിക്കുകയാണ്, ഈ വലിയ കൊച്ച് ചെറിയ കുഞ്ഞിനിട്ട് ഞാൻ അടിക്കാനിടയുണ്ടെന്ന് കണ്ടാൽ, ഈ കുറ്റം കണ്ടുപിടിച്ചാൽ ഉടൻ ഇവളിങ്ങോട്ട് ഓടി വന്നൊരു തല്ലം കൊടുക്കും. പപ്പ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നിന്നോട് തട്ടിയിട്ടിരുന്ന് പറഞ്ഞില്ലേ, ഒറ്റ അടി അടിക്കുന്ന പോലെ ഒന്ന് കാണിക്കും, എടുത്തോടങ്ങ് പോകും. കുഞ്ഞുവാവയെ അടിക്കാൻ പാടില്ല. മിറിയാമിന് മോശ ഒരു കുഞ്ഞുവാവയാണ്. തല്ലാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഒരുപക്ഷെ ഈ വൈകാരിക അനുഭവം കൊണ്ടാകാം ആജീവനാന്തം മിറിയാമിനെ മോശയും സഹിച്ചത്. അങ്ങനെ വളരെ ചിന്താർഹമായ ഒട്ടേറെ സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. നമുക്കിതൊന്ന് ആഴത്തിൽ ഗ്രഹിച്ചാലോ? സന്തോഷമാണോ? ഞാനിങ്ങനെ ശാന്തമായി പറയുന്നതിൽ വിരോധമുണ്ടോ? വിരോധിച്ചിട്ട് കാര്യമില്ല. ഇതിങ്ങനെ പോവുള്ളൂ. നിങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടിയാ. അല്ലെങ്കിൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നില്ലെന്ന് കണ്ടാൽ അത് ഞാൻ ഇച്ചിരി ഉച്ചത്തിൽ പറയാൻ വേണ്ടി പോവാ. അതിനാ ചോദിച്ചത്. പ്രിയമുള്ളവരെ, മോശയുടേതായിരിക്കുന്നതായിട്ടുള്ളതായ ജീവിതത്തിൽ അങ്ങനെ പറയണോ? അങ്ങനെ ഞാൻ പ്രസംഗിക്കാറുണ്ട്. ഇത് നമുക്ക് 1.5 മണിക്കൂർ ഉള്ളതുകൊണ്ട് നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കണ്ടേ. അതുകൊണ്ട് ഞാൻ ഒന്ന് ശാന്തമായിട്ട് പറയാൻ പോവാണ്. വിരോധമില്ലല്ലോ. ഒരു ദിവസം ഇങ്ങനെ പോട്ടെ, സന്തോഷമായിട്ടിരുന്നാട്ടെ. അപ്പോൾ ഈ കുഞ്ഞിനെ അമ്മയപ്പന്മാർ ഒളിപ്പിച്ചു വച്ചു. അത് ഗ്രഹിച്ചിങ്ങോട്ട് വരുമ്പോൾ പറയാ, മിസ്രയീമിലെ നിക്ഷേപങ്ങൾ. മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാൾ പിന്നെ ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്ന തിരഞ്ഞെടുക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണി. നമ്മളത് മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് രാത്രി നമ്മൾ 2 വിഷയങ്ങൾ പ്രധാനമായും കേന്ദ്രീകരിക്കും. ഒന്ന് മിസ്രയീമിലെ നിക്ഷേപം, 2 ക്രിസ്തുവിൻ്റെ നിന്ന. അവ രണ്ടും ഗ്രഹിച്ചില്ലെങ്കിൽ ഈ താരതമ്യം എളുപ്പമല്ല. ആദ്യം നമുക്ക്
ഈജിപ്റ്റ് എന്ന മിസ്രയീമിലേക്ക് പോകണം. ഈജിപ്റ്റ് അല്ലെങ്കിൽ മിസ്രയീം. മിസ്രയീം അത് എബ്രായ പേരാണ്, ഈജിപ്റ്റ് ഇംഗ്ലീഷ് പേരാണ്, ലാറ്റിനിലും അങ്ങനെയാണ്. ഈജിപ്റ്റ് ഒരു ഉത്തരാഫ്രിക്കൻ ഭൂഖണ്ഡമാണ്, ഒരു ഉത്തരാഫ്രിക്കൻ രാജ്യമാണ്. ഈജിപ്റ്റ് എന്ന ഈ മിസ്രയീം മരുഭൂപ്രദേശമാണ്. ഈ മരുഭൂമി എന്ന് പറഞ്ഞാൽ പോരാ, ആകെയുള്ള ഭൂപ്രദേശത്തിൻ്റെ 4% മാത്രം നല്ല മണ്ണ്, 96% മരുഭൂമി. വാസയോഗ്യമായ കൃഷിയോഗ്യമായ 4% മാത്രം നല്ല മണ്ണ്, ബാക്കിയൊക്കെ മരുഭൂമി. മരുഭൂമിയാണെന്ന് മാത്രമല്ല, വെള്ളം മഴ പെയ്ത് കിട്ടാറില്ല. മഴയില്ലാത്ത സംവത്സരങ്ങളുണ്ട്. മഴയുള്ളപ്പോഴാകട്ടെ നമ്മുടെ നാട്ടിൽ 2-3 ദിവസം കിട്ടുന്ന മഴയാണ് ഒരു സീസണിൽ കിട്ടുക. അങ്ങനെയുള്ള ഈജിപ്റ്റ്, ഈജിപ്തിൻ്റെ നിലനിൽപ്പ് അതുവഴി ഒഴുകുന്ന ഒരു നദിയാണ്. നിങ്ങൾക്കറിയാം ആ നദി ഏതാ? നൈൽ. ലോകത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ നദി നൈലാണ്. ഈ നൈൽ നദിയുടെ ഒഴുക്ക് നിലച്ചാൽ ഈജിപ്തുകാരുടെ ജീവിതം നശിച്ചു, കൃഷി നശിച്ചു. അതുകൊണ്ട് നൈൽ നദിയെ വിളിച്ചു ഈജിപ്തിൻ്റെ ജീവനാഡി, ദ വെയിൻ ഓഫ് ഈജിപ്റ്റ്. നൈലിനെ വിളിച്ചു ഈജിപ്തിൻ്റെ ജീവനാഡി. ഈജിപ്തിനെ വിളിച്ചു ദ ഗിഫ്റ്റ് ഓഫ് നൈൽ, നൈൽ നദിയുടെ ദാനം. 2 അർത്ഥവത്ത. മാത്രമല്ല നൈൽ അവർക്കൊരു ദേവനായിരുന്നു. ദേവതയല്ല, പിന്നെ ദേവൻ. നമ്മുടെ നാട്ടിൽ നദികളെല്ലാം സ്ത്രീകളുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ഒരു പെൺഭാവമല്ലേ നദികൾക്ക്, അല്ലേ? ഭാരതീയ നദികളൊക്കെ ദേവതമാരാണ്, സ്ത്രൈണഭാവമാണ് നമ്മുടെ നദികൾക്ക്. ആണത്തമുള്ള ഒരു നദി ഇന്ത്യയെ കൂടെ ഒഴുകുന്നുണ്ട്. പറയാം, ഒരു നദി ആണാണ്, ബാക്കിയെല്ലാം പെണ്ണാണ്. അറിയോ? കുഞ്ഞുങ്ങളും ഉണ്ടല്ലോ, അവർ കൂടെ കാര്യങ്ങൾ ഗ്രഹിക്കട്ടെ. ബ്രഹ്മപുത്ര, സൺ ഓഫ് ബ്രഹ്മ, ആ അർത്ഥത്തിൽ ബ്രഹ്മപുത്രയാണ് പുല്ലിംഗഭാവമുള്ള ഒരു നദി. നദി മാത്രമല്ല, ഈ സുനാമിയും സഹോദരിമാരുടെ പേരിലാണ് അറിയപ്പെടുന്നത്. കത്രീന, റീത്ത, ഇതെല്ലാം സഹോദരിമാരുടെ പേരിൽ. എന്നിട്ടും പറയുന്നത് നമ്മളവരെ അവഗണിക്കുന്നു എന്നാണ് നദിയുടെ പേര്. അതുകൊണ്ട് 10 വർഷമായി നദികളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കാൻ സർക്കാർ നോക്കിയിട്ട് നടക്കുന്നില്ല. എത്ര കോടി ചിലവഴിച്ചു, നടക്കുകയില്ല. കാരണം അതെല്ലാം സ്ത്രീകളാണ്. അതുകൊണ്ടാണ് നദികൾ ഒരിക്കലും യോജിച്ചു പോവില്ല. പോട്ടെ. അപ്പോൾ ഈജിപ്തിലെ ദേവനാണ് നൈൽ. നൈൽ കൂടാതെ സുപ്രധാനമായ മറ്റൊരു ദേവനുണ്ട്. ഈജിപ്തിലെ ചീഫ് ഓർ സുപ്രീം ഗോഡുണ്ട്. അത് സൂര്യനാണ്. സൂര്യനും നൈലിനുമിടയിൽ ഏതാണ്ട് 3000-ഓളം ഇതര ദൈവസങ്കല്പങ്ങളും ഈജിപ്തുകാർക്കുണ്ട്. സൂര്യന് അവർ വിളിച്ച പേര് രസകരമായിരുന്നു, RAY. എങ്ങനെ പ്രൊനൗൺസ് ചെയ്യണം? റേ. അതിനാണ് നിങ്ങൾ എക്സ്-റേ എന്നൊക്കെ പറയല്ലോ. റേ വരുന്ന എവിടുന്ന? ഫ്രം സണ്ണാണ്. ഗോഡ് റേ. അപ്പോൾ റേയ്ക്കും നൈലിനുമിടയിൽ 2900, 3000-ഓളം ദൈവങ്ങൾ. എന്നാൽ ഇതൊന്നും കൂടാതെ മറ്റൊരു ആരാധന ശൈലി കൂടി ഈജിപ്തുകാർക്കുണ്ട്. നിക്ഷേപം എന്താന്ന് പറയാനാണ് ശ്രദ്ധിച്ചിരിക്കണം. ഈ ദേവതാസങ്കല്പങ്ങളോട്, മലകളോട്, പുഴകളോട്, പ്രാണികളോട്, കന്നുകാലികളോടൊക്കെ പ്രാർത്ഥിച്ചു പോരുന്ന ഈജിപ്തുകാർ മറ്റൊന്നിനു കൂടി ദൈവപരിവേഷം കൊടുത്തിരുന്നു.
അത് മരിച്ചുപോയവൻ്റെ പ്രേതം, ഡെഡ് ബോഡി, അതിനെയും ആരാധിച്ചിരുന്നു. മരിച്ചത് ഒരു സാധാരണക്കാരനെങ്കിലും ലോകത്തേറ്റവും ചിലവേറിയ ശവമടക്ക് ഒരു ഈജിപ്തുകാരൻ്റെതായിരുന്നു. മരിച്ചവൻ്റെ ശരീരം വീടിൻ്റെ ഉള്ളിൽ തന്നെ കുഴിയെടുക്കാതെ ഒരു കട്ടിലിൽ എടുത്തു കിടത്തി. വിലപിടിപ്പുള്ള ആ കട്ടിലിന് ചുറ്റും തറയിൽ നിന്ന് ടോമ്പ് മുകളിലേക്ക് കെട്ടും. അതിനുള്ളിൽ അന്ന് അദ്ദേഹത്തെ കാണാൻ വരുന്ന ആളുകൾ സമർപ്പിക്കുന്ന വസ്തുക്കൾ കൂടി അടക്കണം. എന്തൊക്കെയാണെന്ന് കൂട്ടുക? ശവസംസ്കാരത്തിന് പോകുന്നവർ സ്വർണ്ണമാല കരുതണം, അതവിടെ ഇട്ടിട്ട് പോരണം. പളുങ്ക് പാത്രങ്ങൾ, വെള്ളിക്കരണ്ടികൾ, സംസ്കരിച്ചുണക്കിയ പഴങ്ങൾ, വിലപിടിപ്പുള്ള വസ്തുക്കൾ ഒക്കെ കൊണ്ടേ കാണാൻ പോകാവൂ. അതിന് ത്രാണിയില്ലാത്തവർ ശവം കാണാൻ അങ്ങോട്ട് ചെല്ലണ്ട. ചിലവേറിയ ശവമടക്ക് ജീവിച്ചിരിക്കെ ചെയ്തതിനേക്കാൾ ചിലവ് കൂടിയ ശവമടക്കായിരുന്നു മരിച്ചവന്. നമുക്കൊക്കെ ഒരു വീട്ടിലൊരു പെണ്ണ് വളർന്നു നിന്നാൽ അതിനെ വിവാഹം കഴിപ്പിച്ച് വിടാനുള്ള നമ്മുടെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. ഇതുപോലെയായിരുന്നു ഈജിപ്തുകാർക്ക് പ്രായമുള്ള മനുഷ്യരുടെ മരണം. അപ്പച്ചന്മാരെയൊക്കെ കണ്ടാൽ, അമ്മച്ചിമാരെയൊക്കെ കണ്ടാൽ പറയും, എൻ്റെ പൊന്നച്ച ഒരു പ്രയാസം ഉണ്ടാക്കരുത്, എന്ത് വേണമെങ്കിലും തരാം, ഒന്നങ്ങോട്ട് കഴിഞ്ഞിട്ടിരിക്കുക, ദയവ് ചെയ്ത് ഇപ്പോൾ ഒരു പ്രയാസം ഉണ്ടാക്കല്ലേ, എന്തോ വേണമെങ്കിലും തരാം. ചെറിയൊരു നന്മയില്ലേ ഈ പറഞ്ഞതിൽ? ചെറിയൊരു നന്മയുണ്ട്. പ്രായമുള്ളവരോട് അങ്ങനെങ്കിലും ഒരു ബഹുമാനം. ഇതായിരുന്നു ഈജിപ്തുകാർ. അവരിലെ സമ്പന്നൻ്റെ മരണം കൂടി പറഞ്ഞ് വിരസമായ ആ ചരിത്രം ഞാൻ നിർത്താം. 2 മിനിറ്റ് വേണ്ട, നമുക്കത് പറയാൻ സമ്പന്നരെ വിടാം. അതിസമ്പന്നർ അല്ലവരുടെ രാജാവിൻ്റെ മരണം ഞാൻ പറയാം. രാജാവിൻ്റെ സ്ഥാനപ്പേര് ഫറവോ എന്നാണ്. ഫറവോ, മലയാളം ബൈബിളിലെ ഫറവോൻ എന്ന പ്രയോഗം ശരിയല്ല. ഫറവോൻ്റെ അല്ല ശരി, ഫറവോയുടെ, അതാണ് ശരി. പ്രത്യേകം അങ്ങനെ വരണം. ഫറാവോയുടെ ശവമടക്ക്. ഫറാവോ മീൻസ് ദ ഗ്രേറ്റ് ഹൗസ് ഹോൾഡ്, മഹാനിവാസം, അതാ പേരിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള രാജാവിൻ്റെ ശവമടക്ക് ഞാനെന്ന് പറയാം. മരിച്ചത് ഫറവോ എങ്കിൽ കൊട്ടാരം വൈദ്യന്മാർ വന്ന് നാടി പിടിച്ച് മരണമുറപ്പിക്കണം. മരണമുറപ്പിച്ചു കഴിഞ്ഞാൽ ആ മൃതശരീരമെടുത്ത് ഒരു കൽത്തളത്തിൽ കിടത്തണം. മൃതശരീരത്തിൻ്റെ മൂക്കിലേക്ക് നീളമുള്ള ഒരു മുളന്തണ്ട് കുത്തി ഇറക്കണം. ഇസ്നോഫീലിയ ഉള്ളൊരു തുമ്മരുത്. എനിക്ക് മനസ്സിലായി. വേണ്ട, അവിടെ നിൽക്കട്ടെ. മരിച്ചുപോയ ഫറവോയുടെ ശവശരീരത്തിലേക്ക് ഒരു മുളന്തണ്ട് കുത്തി ഇറക്കിയിട്ട് രാസവസ്തുക്കളുടെ ഒരു കൂട്ട് അതിനുള്ളിലേക്ക് വിക്ഷേപിക്കും. എന്നിട്ട് ഈ ബോഡി കമഴ്ത്തിക്കിടത്തും. മൂക്കിലൂടെ തലച്ചോറ് പുറത്ത് കളയുന്ന ഒരു വിദ്യ. കാരണം ഈജിപ്തുകാർ വിശ്വസിച്ചു മനുഷ്യ ശരീരത്തിൽ തീരെ ആവശ്യമില്ലാത്തൊരു പാർട്ടാണ് ബ്രെയിൻ. അതങ്ങ് കളഞ്ഞാൽ രാജാവ് ഇനി അമർത്യനായിരിക്കും, ഇമ്മോർട്ടൽ. ഇനി മരണമില്ല രാജാവിന്. ഇത് കാരണമാണ് മരിച്ചത്. എടുത്ത് കളഞ്ഞു, തീർന്നില്ല. രാജാവിൻ്റെ ഉദരത്തിൽ സുഷിരമിട്ട് ആന്തരിക അവയവങ്ങൾ ഓരോന്നായി പുറത്തെടുത്ത് അവയൊക്കെ രാസലായനിയിൽ പച്ചമരുന്ന് കുട്ടി മൂക്കി നേരിയ വെയിലത്ത് ഉണക്കിയെടുക്കും. 40 മുതൽ 70 വരെ ദിവസം കൊണ്ട് ഏറ്റവും വില കൂടിയ പെർഫ്യൂമുകളിട്ട് സുഗന്ധവൽക്കരിച്ച് ഈ ബോഡി തിരിച്ച് ആന്തരിക അവയവങ്ങൾ അകത്ത് കയറ്റും.
തുന്നിക്കെട്ടി മനോഹരമാക്കി ശരീരത്തിലേക്ക് ഒരുതരം പേസ്റ്റ് തൂത്ത് ലിനൻ തുണി കൊണ്ട് ചുറ്റി 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 പലയാവർത്തി ചുറ്റും നിങ്ങൾക്കറിയാം മമ്മിഫൈ ചെയ്യുക. മമ്മിഫൈ ചെയ്ത ബോഡി വിലപിടിപ്പുള്ള ഒരു കൽപ്പെട്ടിയിലാക്കും. കൽപ്പെട്ടിയിൽ നിന്നെടുത്ത് കൽപ്പെട്ടിയോടെ എടുത്ത് ഒരു സ്വർണ്ണപേടകത്തിനുള്ളിലാക്കും. സ്വർണ്ണപേടകത്തിൽ കൽപ്പെട്ടി വെച്ച് അതിനുള്ളിൽ കിടത്തിയ ഭൗതിക ശരീരം ഇതുപോലെ തന്നെയുള്ളൊരു മൂടി കൊണ്ട് തിരിച്ചടയ്ക്കും. ആടയാഭരണങ്ങൾ, സ്വർണ്ണനിർമ്മിതമായ ഹെൽമറ്റ് ഒക്കെ ധരിപ്പിച്ചാണ് കിടത്തുന്നത്. ഒക്കെ കഴിഞ്ഞ് ഹെൽമറ്റ് എന്ന് കേട്ടപ്പോൾ ഇപ്പോൾ ഉള്ള ബൈക്കിൽ പോകുന്ന ആ ടൈപ്പല്ലതാ കുഞ്ഞുങ്ങൾ ചിരിച്ച്. തലയിലൊരു കിരീടം, താടി വരെ സ്വർണം കൊണ്ടുള്ളൊരു സംഭവം, വെട്ട് കിട്ടാതിരിക്കാനുള്ള പരിപാടിയാണ്. തീർന്നില്ല. രാജാവല്ലേ മരിച്ചത്. ഈജിപ്തുകാർ വിശ്വസിക്കുന്നു മരണം അതൊരു യാഥാർത്ഥ്യമല്ല, മരണാനന്തരവും രാജാവിന് ജീവനുണ്ട്. ആവശ്യമൊക്കെ വരുമല്ലോ. അതുകൊണ്ട് വിശ്വസ്തരായ ചില സൈനികന്മാരെയും തല്ലിക്കൊന്ന് ഇതുപോലെ കിടത്തും. ഇഷ്ടഭാര്യയെയും കൊന്ന് ഇതുപോലെ കിടത്തും. അതാണ് ഈജിപ്തുകാരുടെ ശവസംസ്കാരം. ഒന്നുകൂടെ പറയട്ടെ, ഇനി ടോമ്പ് കെട്ടുന്ന കാര്യമാണ്. ചിലർ ജീവിച്ചിരിക്കേ കല്ലറ പണിയാൻ തുടങ്ങും. ചിലരെ ആകട്ടെ കൊണ്ടുവച്ചിട്ട് ചുറ്റും ടോമ്പ് കെട്ടുകയാണ്. കല്ലറ കല്ലറ എന്ന് പറയുമ്പോൾ നമ്മളെ സെല്ല് പോലൊന്നും അല്ല. ഇവിടെയൊക്കെ സെല്ലില്ലെന്നാണ് എൻ്റെ ധാരണ. അങ്ങ് മധുരാങ്കൂറോട്ടൊക്കെ വന്നാൽ നമ്മുടെ സഭകൾക്കൊക്കെ സെല്ലുണ്ട്. നമ്മുടെ സെല്ലിൻ്റെ കൂട്ട് നിന്ന് തിരിയാനിടയില്ലാത്ത സെല്ലൊന്നുമല്ല. ഞാൻ പറയാറുണ്ട്, നമ്മളാണ് ഈ ശവസംസ്കാര സ്ഥലത്തെ ഏറ്റവും അപരിഷ്കാരികൾ. ശവക്കോട്ട വൃത്തിക്കെടുത്തില്ല, അത് സംരക്ഷിക്കുകയൊന്നുമില്ല. മരിക്കുമ്പോഴാകെ അങ്ങോട്ട് പോകുന്നത്. അതൊക്കെ പോട്ടെ, നമ്മുടെ വിശുദ്ധന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ്. അത് വൃത്തിക്കൊക്കെ സൂക്ഷിക്കണം. പൂജിക്കണമെന്നൊന്നുമല്ല, വൃത്തിയായിട്ട് ഇടണം. ഈ പടലും ഇതൊക്കെ തട്ടിത്തെറിപ്പിച്ചൊരു ഉയർക്കുക എന്ന് കേട്ടപ്പോഴേ നമുക്ക് പേടി വരികയാണ്. എല്ലാ കല്ലറയും അങ്ങനെയല്ല, നല്ല സെല്ലുണ്ട്. ചില സെല്ല് കണ്ടിട്ട് ഇപ്പം മരിച്ചാലെന്താണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്ര ഭംഗിയുള്ള സെല്ല്. ഏതായാലും ഇവരുടെ സെല്ലുകൾ നമ്മളുടെ IPC മാത്രമല്ല, അടുത്തടുത്ത ചർച്ചക്കോടും ഷാരൂനും എല്ലാം കൂടിയുള്ള തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ കല്ലറയും ഒരുമിച്ച് കൂടിയാലും ഒരു ഫറവോടെ ശവകുടീര ആകത്തില്ല. ഈജിപ്തിലേക്ക് ഒരു ഫറവോ കിടക്കുന്നത് 13 ഏക്കർ വിസ്തൃതിയുള്ള സ്തൂപികാഗ്രത്തോടു കൂടിയ 450 അടി ഉയരമുള്ള ഒരു പടുകുറ്റൻ കെട്ടിടത്തിലാണ്. പിരമിഡ്. ഇത്തരം 140 എണ്ണം. അതിലെ വലുതാ ഈ 13 ഏക്കർ. ഇവിടെ അവർ കിടക്കുന്നത്. മനസ്സിലായോ? ഇതേക്കുറിച്ചുള്ള ഒരു വസ്തുത കൂടി പറഞ്ഞു നിർത്താം, അവിടെ വിടാം. പേടിയുള്ളവർ ഇനി കേൾക്കരുത്, ഭയമുള്ളവർ കേൾക്കരുത്. കാരണം പറയാം. ഭയമുള്ളവർ രക്തത്തിലൊക്കെ ആശ്രയിച്ചിരുന്നു. വലിയൊരു വിഷയം പറയാൻ പോവാണ്. അല്ലെങ്കിൽ വലിയ പാസ്റ്ററെ കണ്ട് പ്രാർത്ഥിപ്പിച്ച് പോകാവുള്ളൂ. അതുകൊണ്ട് പോയില്ലോ ഭയം കൊണ്ട്, കേട്ടോ. പിരമിഡുകൾ ദുരൂഹതകളുടെ ഇടമാണ്, ഭയവിഹ്വലതയുടെ ഇടമാണ്. പിരമിഡുകളെക്കുറിച്ച് പ്രത്യേക പഠനമുണ്ട്. ബ്രിട്ടീഷുകാർ ലോകം ഭരിക്കുമ്പോൾ പിരമിഡുകളെക്കുറിച്ച് പഠിക്കാൻ 3 സയൻറ്റിസ്റ്റുകൾ തയ്യാറായി. അതിൽ ഈജിപ്തിലെ സുപ്രധാനമായൊരു പിരമിഡുണ്ട്. ആ പിരമിഡിൻ്റെ മുമ്പിൽ പഠിക്കാനെത്തുമ്പോൾ അവിടെ ഒരു കാവൽക്കാരൻ നിന്നിരുന്നു. അവിടെ ഈജിപ്ഷ്യൻ ഭാഷയിൽ എഴുതി, ഫറവോ ഉറങ്ങുകയാണ്. ഫറവോയുടെ വിശ്രമത്തിന് വിഘാതമുണ്ടാക്കുന്നവൻ മരണത്തിനൊരുങ്ങിക്കൊള്ളുക. അങ്ങോട്ട് ആരും കയറരുതെന്നർത്ഥം. കാവൽ നിന്ന ബെഡൂവിയൻ അറബി പറഞ്ഞു, പോയില്ല സാഹിബിന് ഇതെല്ലാം വിഷയമാണോ? ഇതെല്ലാം വെട്ടിമാറ്റി ഇരുട്ടറകൾ കടന്ന്
സ്റ്റെയർ കേസുകൾ കയറിയും ഇറങ്ങിയും ഇടനാഴികളിൽ നിന്ന് ഇടനാഴികളിലേക്ക് യാത്ര ചെയ്തും അകത്ത് കടന്നു 3 സയൻറ്റിസ്റ്റുകൾ. അകത്തേക്ക് കടന്ന 3 ആളുകളെ അമ്പരപ്പിക്കുന്ന കാഴ്ച. ഇതാ മനോഹരമായൊരു കൊട്ടാരം, കണ്ണഞ്ചിപ്പിക്കുന്ന മഴവില്ലിൻ്റെ 7 അഴക് ആ ഇരുട്ടിലും വ്യാപരിക്കുന്ന കാഴ്ച. എങ്ങനെ? കോഹിനൂർ രത്നങ്ങൾ, പത്മരാഗ കല്ലുകൾ, ഗോമേതക മുത്തുകൾ, സൂര്യകാന്ത മുത്തുകൾ ഒക്കെ നിരത്തി വച്ചിരിക്കുന്ന ഒരു മനോഹര കാഴ്ചക്കകത്ത് ഒരു സ്വർണ്ണ പേടകം. പേടകത്തിൻ്റെ മുടി മാറ്റി ദാ കിടക്കുന്നു 5000 വർഷം പഴക്കമുള്ള ഫറാവോയുടെ ശവശരീരം, കാര്യമായ കേടുപറ്റാതെ. മുടി തുറന്നു. കിടക്കുന്ന ഫറവോയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ കവിളിൽ ഒരു മുറിപ്പാട്. ഈ മുറിപ്പാടിനെ കുറിച്ച് പരതി ചരിത്രകാരനായ സയൻറ്റിസ്റ്റ് അടുത്ത് നിന്ന് പറഞ്ഞു കൊടുത്തു. ഇത് കിടക്കുന്ന ആളിൻ്റെ പേര് പറഞ്ഞു, ടൂട്ടാങ്കമൻ. അയാളുടെ കവിളിൽ ഒരു വിഷ ഈച്ച കുത്തിയാണ് മരിക്കുന്നത്. അതിൻ്റെ പാടാത്. ഇവർ തിരിച്ചുപോയി. സ്വർണ്ണമൊക്കെ അടിച്ചു മാറ്റാൻ പദ്ധതിയിട്ട് പോലീസിനെ കാവലാക്കി മടങ്ങിപ്പോകും വഴിക്ക് 3 സയൻറ്റിസ്റ്റുകൾ തൊട്ടടുത്ത ഒരാഴ്ചക്കുള്ളിൽ 3 വ്യത്യസ്ത സാഹചര്യങ്ങളിൽ കൊല്ലപ്പെട്ടു. ആ ടീം ലീഡർ കൊല്ലപ്പെട്ട രീതി, സ്വന്തം മുറിയിൽ കിടന്നുറങ്ങുമ്പോൾ കവിളിൽ ഒരു വിഷപ്പാമ്പ് കൊത്തി. അതും ഫറവോയുടെ കവിളിൽ. എവിടെ ഈച്ച കുത്തിയോ അതേ സ്ഥാനത്ത്. ഈജിപ്റ്റ് ദുരൂഹതകളുടെ നാട്. ഈജിപ്റ്റ് മരണ ചിന്തകളുടെ നാട്. ജീവിച്ചിരിക്കുന്നവരെക്കാൾ പ്രേതങ്ങളെ ആദരിക്കുന്ന നാട്. ദുരാത്മാക്കളെ മണികൊട്ടി വിളിക്കുന്ന പൈശാചിക നൃത്തം ചെയ്യുന്ന മന്ത്രവാദികളുടെ നാട്. മന്ത്രതന്ത്ര ആഭിചാരകർമ്മങ്ങളുടെ നടുവിൽ ഈജിപ്തിലെ ഫറവോമാർ ജീവിതം അങ്ങനെ സമർപ്പിക്കപ്പെട്ട മാന്ത്രികന്മാരെ ഒരുമിച്ച് കൂട്ടി കൊട്ടാരത്തിൽ വസിക്കും കാലത്ത് ഒറ്റക്കൊരുത്തൻ ചങ്കു വിരിച്ച് ഉയരത്തിലെ ദർശനം പ്രാപിച്ച് അതിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന ജനതയെ വിടുവിക്കാൻ ഫറവോയുടെ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞു, വിട്ടുതരില്ല നിനക്ക്. ആരാധിക്കാൻ എൻ്റെ ജനത്തെ വിട്ടുതരണം. പിടിച്ചെടുക്കും, നിന്റെ പക്കൽ നിന്ന് പിടിച്ചു പറിക്കും എന്ന് പറയുമ്പോൾ ഒറ്റക്കൊരുത്തൻ അടരാടി ജയിച്ചത് ശക്തന്മാരായ മാന്ത്രികന്മാരെ, ശകുനവാദികളെ, ആഭിചാരകർമ്മങ്ങൾ കൊണ്ട് ഈജിപ്തിനെ മുഴുവൻ കിടിലം കൊള്ളിക്കുന്ന മന്ത്രവാദികളുടെ നടുവിൽ ദൈവത്തിൻ്റെ നിയോഗമേറ്റെടുത്ത മോശ ഒറ്റക്കൊരുവനായി നയിച്ച യുദ്ധം ഈ ചരിത്ര പുസ്തകത്തിൽ സ്ഥാനം പിടിച്ചെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി അറിയുക, ഞാനും നിങ്ങൾ ഒറ്റപ്പെട്ടവരല്ല. 1000 സൈന്യവ്യൂഹങ്ങൾ പിന്നിലുള്ള മഹാദൈവത്തിൻ്റെ ശക്തനായ ദൈവത്തിൻ്റെ ആ സൈന്യനിരയിൽ ഈ സൈന്യത്തെ നയിക്കാൻ നിയോഗിക്കപ്പെട്ട പ്രാർത്ഥന മനുഷ്യന്റെ മുമ്പിൽ നിൽക്കാൻ ഒരു അവിചാര ശക്തിക്കും ഒരു ശകുനവാദിക്കും സാധിക്കുകയില്ല. ഒരു ഇരുട്ടിന്റെ പോരാട്ടങ്ങൾക്കും ഭക്തനെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. കാരണം ഭക്തന്റെ ശക്തി സ്വർണ്ണ നിക്ഷേപങ്ങളിലല്ല, കോഹിനൂർ രത്നങ്ങളിലല്ല, പത്മരാഗക്കല്ലുകളിലല്ല, കമ്പരചുംബികളിലല്ല, പിരമിഡുകളിലല്ല. ഭക്തന്റെ ശക്തി ദൈവപരിശുദ്ധാത്മാവിന്റെ കൃപയിലാണ്. ആ അത്യന്ത ശക്തിയുടെ വ്യാപാരം ജീവിതത്തിലുള്ള ദൈവമക്കൾക്കറിയാം. എത്ര ഇരുട്ടിന്റെ കോട്ടകളെ ഇടിച്ച് ഇവിടെ വരെ വരാൻ നമ്മെ പ്രേരിപ്പിച്ചത് ആ വലിയ ശക്തിയുടെ പ്രദർശനമെങ്കിൽ, ആ ശക്തിയുടെ ആധാരം ക്രിസ്തുയേശുവിൻ്റെ നിന്ന പകലും സുഖമുള്ള ആ നിന്നയെക്കുറിച്ചല്ലേ നമ്മൾ ചർച്ച ചെയ്തത്. ക്രിസ്തുയേശുവിൻ്റെ നിന്ന വലിയ ധനം എന്നെണ്ണി. നിക്ഷേപം മനസ്സിലായോ? ഇരിക്കുന്ന സ്ഥലം പിടിയിട്ടിയോ? ഇന്ന് ചെന്നാലും ഇവരുടെ ഈ ഫറവോനിക് വില്ലേജുണ്ട്, അവിടുത്തെ കാഴ്ചകൾ കാണേണ്ടതാണ്. അമ്പരപ്പിക്കുന്ന കാഴ്ചകൾ. നമ്മളുടെ
ഈ ഡെസ്കിനേക്കാൾ വീതി, ഇവിടെ വരെ വീതിയുള്ള പടുകുറ്റൻ സ്വർണ്ണനിർമ്മിത ശവപ്പെട്ടികൾ ഇന്ന് ഇരിപ്പുണ്ട് അവിടെ. ഒന്നും രണ്ടുമല്ല, 100 കണക്കിന്. ബ്രിട്ടീഷുകാർ കണ്ടു കാണുമല്ലോ അടിച്ചു മാറ്റാൻ. അവിടെ ഇരിക്കുക 100 കണക്കിന്. ഒട്ടേറെ കാഴ്ചകൾ, ഒട്ടേറെ വിസ്മയ ലോകം. ഈ ലോകത്ത് അടിമകളായി 430 വർഷം പാർത്ത ദൈവമക്കൾ കണ്ണീരും അഭയയാചനയും കൊണ്ട് കാലം കഴിച്ചു കൂട്ടുമ്പോൾ ദൈവം ഈ ജനത്തിനൊരു മധ്യസ്ഥനെ കൊടുത്തു. മോശ പിറന്നു. വീട്ടിലവനെ വളർത്തി 3 മാസം കഴിഞ്ഞിനി ഈ കുഞ്ഞിനെ വീട്ടിൽ വളർത്തിക്കൂടാ. നാട്ടുകാരൊക്കെ അറിയും, കളി മാറും. മനസ്സില്ല മനസ്സോടെ അപ്പൻ തീരുമാനിച്ചു അവനെ ഒഴിവാക്കുക. സത്യത്തിൽ അതെത്ര ദുഃഖമാണ്. ജനിച്ചതിൻ്റെ അന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ, ഒരു ചാവിള്ളയായി പുറത്ത് വരാതിരുന്നെങ്കിൽ, അതിലും കനത്ത ദുഃഖത്തിലേക്ക് നയിച്ചുകൊണ്ട് 3 മാസം പ്രായമുള്ള കുട്ടിയെ ഉപേക്ഷിച്ച് കളയേണ്ടി വരുന്ന ഒരപ്പൻ്റെ ഹൃദയവേദന ഓർത്തി. അമ്മയുടെ അരിയിൽ നിന്ന് അവനെ പിടിച്ചെടുത്ത് പെട്ടകത്തിൽ കിടത്തണം. അതിലും വലിയൊരു കാര്യമുണ്ടേ. നൈൽ നദിയുടെ തീരത്ത് പോയി പാപ്പിറസ് ചെടികൾ, അതായത് ഞാങ്ങണ എന്ന് പറയുക, പാപ്പിറസ് തണ്ടുകൾ വെട്ടിയെടുത്ത് പെട്ടകം മെനഞ്ഞ് മാർദ്ദവ വസ്തുക്കൾ വച്ച് വെള്ളം കടക്കാതെ പശ കൊട്ടിച്ച് ഈ ജോലി ചെയ്യുന്ന കണ്ട് മിറിയാം സ്വാഭാവിക അടുത്ത് വന്ന് ചോദിച്ചു കാണും, പപ്പ ഇതെന്താ ഉണ്ടാക്കുക? ഈ കുഞ്ഞിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുക അപ്പന് ബുദ്ധിമുട്ടുള്ള കാര്യം. പിന്നെ കളയാന്ന് പറഞ്ഞാൽ മിറിയാമിൻ്റെ ഹൃദയം പൊട്ടും. അവൾ പ്രാർത്ഥിച്ചു വാങ്ങിയ കുഞ്ഞാവയാ. എന്തിനാ? അവസാനം അപ്പൻ പറഞ്ഞു കാണും, ഇത് കുഞ്ഞാവയ്ക്കാ. നിഷ്കളങ്കയായ കുട്ടി അത് കേട്ട് സന്തോഷിച്ചു. പാവയ്ക്കൊരു തൊട്ടിന്നാ ഓർത്തെ. പക്ഷേ അതിനുള്ളിലേക്ക് കുഞ്ഞിനെ കിടത്തി. അപ്പൻ അതിനെ ഉപേക്ഷിക്കാൻ പോയപ്പോൾ ഏതോ ഒരു തിരിച്ചറിവ് പോലെ പതുങ്ങി അവളും കുഞ്ഞിന് പിന്നാലെ ഒടുവിൽ നൈൽ നദിയിൽ വച്ചു. അപ്പൻ തിരിച്ചു പോന്നു. നിസാരമൊരു കുഞ്ഞിന് ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരുമ്പോൾ അവൻ്റെ കരച്ചിൽ കാണാൻ ത്രാണിയില്ലാത്തവരാ നമ്മളീ പലരും. ഈ രംഗോർത്തെ എത്ര കിരാതം, എത്ര ഭീകരം. ചില ഘട്ടങ്ങളിൽ പരീക്ഷ ഇങ്ങനെ, പരീക്ഷ വരുമ്പോൾ പേടിയില്ലെന്നൊക്കെ പാടുമെങ്കിലും, പരിഹാരവും കരുതിയിട്ടുണ്ടെന്നൊക്കെ പാടുമെങ്കിലും, ജീവിത യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ദുസ്സഹമല്ലേ പ്രിയരെ കാലാവസ്ഥ. മരണം പേടിക്കാനൊന്നുമില്ല, നിത്യതയില്ല. ഇതൊക്കെ പറയുമ്പോഴും ഉള്ളം വിങ്ങുന്നൊരു മാനസികാവസ്ഥ നമുക്കുമില്ലേ? കാരണം നമ്മൾ മനുഷ്യരാ. അവനെ കൊണ്ട് ജലാശയത്തിൽ വെച്ച് തിരിച്ചു നടക്കുമ്പോൾ പോരാൻ മനസ്സില്ലാതെ ഒരു പെങ്ങൾ അവളടുത്ത് നിൽക്കുക. അങ്ങനെ നിന്ന് കുഞ്ഞിനെന്ത് ഭവിക്കും? ഇതാരാ ഒഴുകുന്നതെന്നറിയണ്ടേ? നൈൽ ആരാണെന്നറിയണ്ടേ? ഈജിപ്ഷ്യരുടെ ദേവൻ. ഈ കിടക്കുന്നവൻ ആരാണെന്നറിയണ്ടേ? ഞാനും നിങ്ങളും കയ്യിൽ പിടിച്ച ഈ പുസ്തകത്തിൻ്റെ ആവിർഭാവത്തിന് കാരണമായ പഞ്ചഗ്രന്ഥങ്ങളടക്കം, ഇയ്യോബടക്കം, സങ്കീർത്തനമടക്കം നിരവധി കൃതികൾ എഴുതാൻ തമ്പുരാൻ കണ്ട ഒരു മഹാനിയോഗത്തിൻ്റെ പുരുഷൻ, പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ, യേശുവിൻ്റെ ഭവനത്തിലെ വിശ്വസ്തദാസൻ. ഇതാ ഈ ജലാശയത്തിൽ സൂക്ഷ്മമായി നോക്കുന്നവർക്ക് ഒരു പോരാട്ടം ഇവിടെ കാണാം. പ്രമാണം കയ്യിലെന്താനുള്ള ആ കരങ്ങളാ ഇങ്ങനെ മോശ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പുസ്തകം എഴുതാനുള്ള വിരലുകളാ അവൻ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പുറത്ത് പോരാടി നിൽക്കുന്നത് ദേശാധിപതിയായ നൈൽ, ദേവനായ നൈൽ. അവനെ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ഇക്കരെ ഒരു ചോദ്യം, കുഞ്ഞിനെന്ത് ഭവിക്കും? കുഞ്ഞൊഴി ഫറവോടെ മകളുടെ പക്കൽ കിട്ടി.
ബാക്കിയൊക്കെ നമുക്കറിയാം. ഇതെല്ലാം കഴിഞ്ഞ മോശ അവിടുന്ന് ജനിച്ച് തിരിച്ച് മിറിയാം മോശയും കൊണ്ട് വരിക. മിറിയാം മോശയും കൊണ്ട് ഈ മണൽപ്പരപ്പിലൂടെ നടന്ന് ആറിൻ തീരത്തുകൂടി നടന്ന് വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിലെ സ്ഥിതി നിങ്ങൾക്ക് ഊഹിക്കാമോ? ഇത്രയൊക്കെ ചെയ്ത് അപ്പനിപ്പോൾ പിടിച്ചു നിൽക്കാൻ ത്രാണിയൊന്നുമില്ല. ഈ പുരുഷന് പരസ്യമായി കരയാൻ ഒത്തിരി പരിമിതികളുണ്ട്. അങ്ങനെയാ. ഞങ്ങളൊക്കെ കരയുന്ന ആളുകൾ തന്നെയാണ്, പക്ഷേ കരയാൻ പറ്റും. അമ്മ മരിച്ചാലും കരയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് നമുക്കൊക്കെ. ഏറ്റവും വിലപിടിപ്പുള്ള നഷ്ടങ്ങൾ വന്നാലും പുരുഷൻ അങ്ങനെ കരയില്ല. കാരണം പുരുഷൻ കരയുക സങ്കടമില്ലാഞ്ഞിട്ടല്ല, അങ്ങനെയാണ് ദൈവം ഞങ്ങളെ സൃഷ്ടിച്ചത്. പെട്ടെന്ന് കരയില്ല, ഉള്ളിലുണ്ടത്. കണ്ണല്ല, പുരുഷൻ കരഞ്ഞാൽ കണ്ടു നിൽക്കുന്നവരൊക്കെ കരയും, കൊച്ചുപിള്ളേരെല്ലാം കരയും. അതാണ് കാര്യം. പക്ഷെ ഈ ഹീനകൃത്യം ചെയ്തിട്ട്, ഹീനം എന്ന് പറയാനാവില്ല, അങ്ങ് പറഞ്ഞു പോയതാ. ഈ കൃത്യം ചെയ്തിട്ട് മോശയുടെ അപ്പൻ നെഞ്ചു തിരുമി വീട്ടിൽ കരച്ചിലടക്കാനാവാതെ വിമ്മിഷ്ടപ്പെടുന്ന കാഴ്ച കണ്ട് അമ്മ പറഞ്ഞു കാണും, സാരമില്ല, കരയണ്ട. ഒക്കത്ത് കിടന്നുറങ്ങിയ കുഞ്ഞിനെ ശരിക്കൊന്ന് ലാളിക്കാൻ പോലും ഭാഗ്യം കിട്ടാത്ത ഞാൻ ഒരു ഭ്രാന്തിയായിത്തീരും. അങ്ങ് കരയില്ല, കരയാതിരി. ഒന്നും മിണ്ടാനാവാതെ മുറ്റത്ത് നടക്കുക അഹരോൻ. എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് മോശയുടെ ശബ്ദം കരച്ചിലായി, ചിരിയായി. മിറിയാം അവനെ കുലുക്കി വിളിച്ച് ചിരിപ്പിച്ചു കൊണ്ടുവരിക, കരയിപ്പിച്ചും കൊണ്ടുവരിക. കാരണം 90 ദിവസങ്ങൾ 3 മാസം കരച്ചിലും ചിരിയും പുറത്തു വരാതെ അവൾ കുഞ്ഞിക്കൈ കൊണ്ടവനെ അടക്കി വെച്ചതാ. ഇന്നവൾ അവന് സ്വാതന്ത്ര്യം കൊടുക്കുക. കരഞ്ഞാട്ടെ, ചിരിച്ചാട്ടെ. ഈ ശബ്ദം കേട്ടപ്പോ അമ്മയ്ക്ക് ആകാംക്ഷ. എന്താ അത്? കുഞ്ഞിൻ്റെ കരച്ചിൽ? ഏയ് അല്ല. അമ്മ പറഞ്ഞു, അതെ, അത് സ്ത്രീക്കൊരു ഗുണം. 1000 കുട്ടികൾ ഇവിടെ നിന്നാലും സ്വന്തം കുഞ്ഞിൻ്റെ കരച്ചിൽ അമ്മയ്ക്ക് തിരിച്ചറിയാൻ പറ്റും. ദൈവം കൊടുത്തൊരു കഴിവാ. ദാ വരുന്നു കുഞ്ഞ്. കുഞ്ഞ് മാത്രമല്ല, കൂടെ ഫറവോയുടെ രഥം, ദ സ്റ്റേറ്റ് ഓഫ് ഈജിപ്റ്റ്. അവരിൽ നിന്ന് ഇറങ്ങിയ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു, ഭവതി ഈ കുഞ്ഞിനെ സംരക്ഷിക്കണം, വേണ്ടതൊക്കെ ചെയ്യണം. അത്ഭുതമെന്നേ പറയാവൂ ചിലത്. ജീവിതത്തിൽ അത്ഭുതം കണ്ടവൻ്റെ മാർഗമാ പെന്തക്കോസ്ത്. അല്ലാത്തവനൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ചിലപ്പോഴൊക്കെ ആൾ പറയാറുണ്ട്, ഇതൊന്നും ആളോട് പറയരുത്, അവർ പിന്മാറിപ്പോകും. നമ്മളാരും ബൈബിള് വായിച്ചത് കൊണ്ടോ പ്രസംഗം കേട്ടതുകൊണ്ടോ ഒന്നും അല്ല വിശ്വാസത്തിൽ വന്നത്. അത് മുഖാന്തിര അനുഭവമുള്ളവനാ പെന്തക്കോസ്തി വന്നത്. ഹല്ലേലൂയ. അനുഭവമുള്ളവൻ പിന്നെ വന്ന് ചിന്തയൊക്കെ ഫ്രെയിമിനകത്ത് ആക്കുകയായിരുന്നു. അല്ലാതെ അറിവ് കൃത്യം കിട്ടി സമ്പാദിച്ച് സത്യാന്വേഷിയായിട്ട് ഇങ്ങനെ പഠിച്ച് വന്നവരൊക്കെ ഉണ്ട്. പക്ഷെ മഹാഭൂരിപക്ഷം നമ്മുടെ കൂടെ വന്നവൻ ജീവിതത്തിൽ തമ്പുരാൻ സന്ദർശിച്ച അനുഭവങ്ങളുടെ വഴിത്താരിലൂടെ വന്നവന് അവന് പോകാൻ പറ്റില്ല. അവന് ആരെങ്കിലും ഒരാൾ ചെയ്ത തെറ്റ് കണ്ടോ, ഇവിടുത്തെ ഏതെങ്കിലും ക്രമക്കേടുകൾ കണ്ടോ, ശരിയല്ലാത്ത അനുഭവങ്ങൾ കണ്ടോ അവന് തിരിച്ചു പോകാനാവില്ല. കാരണം ഏറ്റവും ശരിയുള്ളവനെ കണ്ടറിഞ്ഞ് അനുഭവിച്ചു വന്നവരുടെ മാർഗമാ ഈ പെന്തക്കോസ്തിൻ്റെ മാർഗം, ഈ വിശ്വാസത്തിൻ്റെ മാർഗം. അതുകൊണ്ട് അത്ഭുതങ്ങൾ അറിഞ്ഞ ആ കുടുംബം ആനന്ദിക്കാൻ തുടങ്ങി. 40 കൊല്ലം കൊട്ടാരത്തിൽ. അവിടെ വെച്ചാൽ ഒറ്റപ്പെട്ടൊരു കൊട്ടാര വിപ്ലവം. പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. തല്ലിക്കൊന്നൊരുത്തനെ മണലിനകത്ത് പൂഴ്ത്തി, ആകപ്പാടെ പ്രശ്നമായി. അമ്മാവിയപ്പൻ്റെ വീട്ടിലേക്ക് പലായനം ചെയ്തു. അടുത്ത 40 കൊല്ലം. വയസ്സ് 80. 80 വയസ്സ് കഴിഞ്ഞ ഒരാളെ നിങ്ങളും ഞാനും ജീവിതത്തിൽ എങ്ങനെ പരിഗണിക്കും? പ്രായമുള്ളവരെ ഞാൻ ബഹുമാനിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് പറഞ്ഞു. കാരണം നമുക്കും പ്രായമാകുമെന്നറിയാം, അതുകൊണ്ടാണ്. അങ്ങനെയാണ്. 80 വയസ്സ് കഴിഞ്ഞൊരാൾ ഹൈസ്കൂളിൽ പഠിക്കാൻ ചെന്നാൽ അഡ്മിഷൻ കൊടുക്കുമോ? സാറൊന്നും PGക്ക് ആ പരിസരത്ത് അടുപ്പിക്കുകയല്ല, എനിക്കറിയാം. അങ്ങനെയാണ് അതിൻ്റെ കാര്യം. നമ്മളെടുക്കുമോ? ഹൈസ്കൂളിൽ എടുക്കില്ല.
80 വയസ്സ് കഴിഞ്ഞ ആളിനെ പിന്നെ നമ്മൾ ചെയ്യുന്ന ഈ പ്രയറിൻ്റെ ചുമതല കൊടുത്തിരുത്തുക എന്നുള്ളതാണ്. അപ്പച്ചൻ പ്രയറിൻ്റെ കൺവീനറാണ്, കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോണം. ഐക്യ കൺവെൻഷനൊക്കെ എടുത്താൽ പറയും, പ്രായമുള്ളൊരു പാസ്റ്ററെ കണ്ടാൽ പറയും പ്രയറിൻ്റെ ചുമതല. നമ്മുടെ വീക്ഷണത്തിൽ ഏറ്റവും ഡിമാൻഡ് കുറഞ്ഞൊരു പരിപാടിയാണ് പ്രയർ. അത് അപ്പച്ചൻ ചെയ്തോളൂ. 50 വയസ്സിൽ ആ മോശയ്ക്ക് ദൈവത്തിൻ്റെ വിളി വണ്ടേ ഉണ്ട്. ആ തെരഞ്ഞെടുപ്പ് കറക്റ്റായി തന്ന മോശയ്ക്കപ്പോഴേ ടച്ച് വിട്ടു, പഠിച്ച വിഷയക്കാരുള്ള ബന്ധം വിട്ടു, കൊട്ടാരത്തിൽ പഠിച്ചതും വിട്ടു, വീട്ടിൽ പഠിച്ചതും വിട്ടു. ഇതെല്ലാം വിട്ടിട്ട് ആകപ്പാടെ അറിയാവുന്ന ആടിനെ വളർത്താനാണ്. അത് കറക്റ്റ് അറിയാം. അത് വലിയൊരു പഠനമാണ്. കാരണം ഈ ആടിനെ വളർത്താൻ പഠിച്ചെടുത്ത് വെച്ചാൽ ജനത്തെ നടത്താൻ പഠിച്ചതും. ഈ ആടിനെ നടത്തിയാൽ ജനത്തെ നടത്താൻ പറ്റുമോ? അതാണ് കാര്യം. തമ്പുരാൻ വിളിച്ചു. മോശമാകുന്ന പറഞ്ഞു, എനിക്ക് അതിനുള്ള ത്രാണിയില്ല. എല്ലാം കേട്ട് അവസാനം ഒന്നുകൂടെ പറഞ്ഞു, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനുമാണ്. ആജീവനാന്തം മോശയുടെ വിക്ക് മാറിയോ? നമ്മളാണെങ്കിൽ ഇപ്പോൾ വിക്കനും തടിച്ച നാവുള്ളവനാന്ന് പറഞ്ഞാൽ അവനെ പിടിച്ച് കൊണ്ടുവന്ന് അവൻ്റെ തലയിൽ പിടിച്ച് 2 കുലുക്കും കുലുക്കി റൈറ്റ് നൗ, ഇപ്പോൾ തന്നെ മാറട്ടെ എന്നൊക്കെ പറഞ്ഞൊരു ബഹളം വെച്ച് വിടും. അവനും കുഴപ്പമില്ല, നമുക്കും കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ ഒരു പരിപാടിയാണ്. ദൈവം അത് മാറ്റിയൊന്നുമില്ല. വലിയ അത്ഭുതങ്ങൾ മോശയിലൂടെ സംഭവിച്ചു, വിക്ക് മാറിയില്ല. എന്തായിരിക്കും കാര്യം? അത് ഞാൻ കണ്ടെത്തിയ ഒരു ഐഡിയ. വിക്ക് നിനക്കൊരു അനുഗ്രഹമാണ്. വിക്ക് എല്ലാവർക്കും അനുഗ്രഹമാണെന്നല്ല, മോശക്കൊരു അനുഗ്രഹമാണെന്ന് ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ വരിക മോശ താൻ പറയാണ്, വിക്കനും തടിച്ച നാവുള്ളവനും. അങ്ങനത്തെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി അത് പറയാൻ തയ്യാറായില്ല. വിക്കനും തടിച്ച നാവുള്ള ആളുമാണ്. നമ്മളാണേത് പറയില്ല. നമ്മളാണെങ്കിൽ വിക്കൊണ്ടേ തന്നെ പറയും അത് വിക്കല്ല. ഞങ്ങൾ പണ്ട് പോലെ പള്ളിയിൽ കോയറി പാടിക്കൊണ്ടിരുന്നു, എക്കോ ഇട്ട് പാടി. അപ്പം അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന ഡിലേ അങ്ങനെ വന്നു പോകുന്നതല്ല, വിക്കല്ലത്. നമ്മൾ സമ്മതിക്കുകയില്ല. അപ്പം അതിനും നമ്മൾ എന്തെങ്കിലും ഒരു ന്യായീകരണം കണ്ടെത്തും. പക്ഷെ മോശം എന്ത് പറഞ്ഞു? വിക്കനും തടിച്ച നാവും. അപ്പം അതിലും വലിയ കട്ടി നിനക്ക് വേണ്ടി നിൻ്റെ സഹോദരൻ സംസാരിക്കും. അതായാലും വലിയ പാടാണ്. ഞാനാണെങ്കിൽ പറയാം, അച്ഛാ അതായാലും വേണ്ട, ചേട്ടായി ഒരു വഴിക്ക് ഞാനിങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. ഒടിയിലേതായാലും സമ്മതിച്ചു. എന്താ ഈ വിക്ക് മാറ്റാഞ്ഞേ? പറയാം മകനെ, ഈ വിക്ക് നിനക്കൊരനുഗ്രഹമാണ്. എന്താ കാര്യം? വിക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന മനുഷ്യന്, പക്ഷെ അത് കാര്യക്ഷമത കൈവരിക്കാൻ ചില കാര്യങ്ങളുണ്ട്. കൊച്ചുകുട്ടികൾ ചെറിയ പ്രായത്തിൽ നല്ലപോലെ കരയണം, ചിരിക്കണം, ബഹളം വെക്കണം. അതിനാ നഴ്സ് വന്ന് ഇടയ്ക്കിടയ്ക്ക് അതിനെ തല്ലിയേച്ച് പോകുന്നത്. നമ്മൾ നോക്കുമ്പോൾ അതിന് നേഴ്സിന് ഏതാണ്ട് കുഞ്ഞിനിടയ്ക്ക് തല്ലിയത് കരയിക്കുന്നത് അവരുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ്. കാരണം അത് ഈ വോക്കൽ കോഡൊക്കെ ഫങ്ഷൻ ചെയ്യണ്ടേ, അതിനുവേണ്ടിയാണ്. ചലനാത്മകമാക്കണം കുഞ്ഞിനെ, ജീവൻ്റെ തുടിപ്പുകളുടെ പ്രകടനമാണ് അത്. അതിനുവേണ്ടിയാണ് പ്രതികരിക്കാനൊക്കെ ഉള്ള പരിശീലന അതിന് ചെയ്യുന്ന. മോശയ്ക്ക് കരയാൻ പറ്റിയില്ല, ചെറുപ്പത്തിൽ ചിരിക്കാൻ പറ്റിയില്ല. കരച്ചിലും ചിരിയുമൊക്കെ മെറിയാൻ വന്ന് കൈകൊണ്ട് അമർത്തി. കാരണം ഈ ശബ്ദം പുറത്ത് കേട്ടാൽ അടിമക്കുടിലുകൾക്ക് തീയിടും, ഒരു ദേശം കത്തും, അപ്പനും അമ്മയും തലപോകും, ചേട്ടനെ ചാട്ടവാറിനടിച്ച് കൽത്തുറുങ്കിലിടും. അനേകർക്ക് ജീവൻ തിരിച്ചു കിട്ടാൻ അന്ന് തടഞ്ഞു വച്ച കരച്ചിലും കണ്ണീരും ചിരിയും സങ്കടമൊക്കെ വിക്കിനെ ശക്തിപ്പെടുത്താൻ കാരണമായി. ഇത് പോകത്തില്ല. എന്താ കാര്യം? ജീവിതത്തിൽ നീ എത്ര മിടുക്കനായാലും വന്ന വഴി മറക്കണ്ട, നടത്തിയ ദൈവത്തെ വിസ്മരിക്കണ്ട, വളർന്നു വന്ന പാതകളെ അവഗണിക്കണ്ട. ആജീവനാന്തം അത് ഓർത്തിരിക്കാൻ ചില അനുഭവങ്ങൾ അവൻ ജീവിതത്തിൽ വച്ചിരിക്കുന്നത് കണ്ട് ശാപമാണെന്ന് ഓർക്കരുത്. ചില ഓർമ്മപ്പെടുത്തലുകൾ അതെന്നുമെന്ന് നിന്നോട് സമ്പാദിച്ചു കൊണ്ടിരിക്കും, സ്വയം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. നീ ശിശുവായിരുന്ന കാലം, നിന്റെ ബാല്യകാലം നീ ജീവിച്ചിരിക്കുന്നു. ഒരു കാര്യം കൂടി ഓർക്ക്,
നിന്നേക്കാൾ സംഭാഷണ പാടവമുള്ള പലരും ഇന്ന് ഭൂമുഖത്തില്ല മകനെ. പാട്ടുകാർ പലരും ഭൂമുഖത്തില്ല. നിനക്കൊപ്പം പിറവി കൊണ്ട പലരും സൂര്യവെളിച്ചം കാണാതെ അന്നേ അപഹരിക്കപ്പെട്ടപ്പോൾ നീ ഒരുത്തൻ മാത്രം ജീവിച്ചിരിക്കുന്നതിൻ്റെ തെളിവാ ഈ വിക്ക്. അതുകൊണ്ട് അതങ്ങനെ മാറത്തില്ലിരിക്കട്ടെ. ഇവിടുന്ന് ഒത്തിരി സംഭവങ്ങളുണ്ട്. ദൈവം വിളിച്ചിട്ട് മോശ ചോദിച്ചു. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഫറവോ ചോദിക്കും, ഏതായി ദൈവം? പുള്ളിക്ക് 3000 ദൈവത്തിൻ്റെ പേരറിയാം. ഇതൊന്നും അല്ലാത്ത നീ ആരാന്ന് ചോദിച്ചാൽ എനിക്കൊരു കാര്യം പറയണമല്ലോ എന്ന് പറ. അങ്ങനെ 3 പേരാണ് ശരിക്കും ദൈവത്തോട് പേര് ചോദിച്ച. ആരാ നീ? ഒരാൾ മോശ, ഒരാൾ പൗലുസ, ഇനി ഒരാൾ പേരല്ല ചോദിച്ചത്, നീ രാജാവ് തന്നെയോ? പീലാത്തോസ്. 3 ചോദ്യങ്ങൾ. ഒരുത്തൻ ചോദിച്ചു, നീ ആരാ? പൗലോസ് ചോദിച്ചു, നീ ആരാകുന്നു കർത്താവേ? പീലാത്തോസ് ചോദിച്ചു, നീ രാജാവ് തന്നെയോ? പഴയ നിയമത്തിൽ അതിനൊരു മറുപടി കർത്താവ് പറഞ്ഞു. ആരാണ് നീ എന്ന് ചോദിച്ചാൽ ഞാനെന്ത് മറുപടി പറയും? എന്താ മറുപടി? ഞാനാകുന്നവൻ ഞാനാകുന്നു. ആട്ടെ, നമുക്കത് മോശയോട് ദൈവം പറഞ്ഞ ആ ശബ്ദത്തിൽ പഠിക്കാം. സന്തോഷമാണോ? എങ്ങനെ ദൈവം മോശയോട് പറഞ്ഞെന്നറിയണ്ടേ? അഹൈ അഷർ അഹൈ. എങ്ങനെ? ആണ്ടങ്ങനെ. അഹൈ അഷർ അഹൈ. ഐ ആം ദാറ്റ് ഐ ആം. അഹൈ അഷർ അഹൈ. ഞാൻ ആകുന്നവൻ ഞാനാകുന്നു. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ പീലാത്തോസ് ചോദിച്ചു, ഓ യേശൂസ് നാസറിനോ ഹൈ മീ ബെസേലിയൂസ്. നസ്രേനായ യേശുവേ, നീ രാജാവാകുന്നുവോ? യേശുവിൻ്റെ മറുപടി വളരെ എളുപ്പമാണ്. ആ പേരുള്ള കുഞ്ഞുങ്ങളുണ്ടേ, ശ്രദ്ധിച്ചു. യേശു എന്താ പീലാത്തോസിനോട് പറഞ്ഞത്? എയ്മി. എങ്ങനെ പറഞ്ഞേ? എയ്മി. അർത്ഥം ഞാനാകുന്നു. എയ്മി ഗ്രീക്കാണ്, അഹൈ അഷർ അഹൈ ഹീബ്രു ആണ്. രണ്ടും ഒരു കാര്യം. ശ്രദ്ധിച്ചാട്ടെ, ദൈവം തന്നെ മോശയ്ക്ക് പരിചയപ്പെടുത്തി. ആരാണ് താൻ? ഞാനാകുന്നവൻ. വല്ലതും മനസ്സിലായി നിങ്ങൾക്ക്? എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഉദാഹരണം, നമ്മളിപ്പോൾ ഒരാളെ ഫോൺ വിളിക്കുക. ചില ആളുകൾ ആരാ എന്താന്ന് പറയില്ല, സംസാരിച്ചങ്ങ് തുടങ്ങത്തുള്ളൂ. അളിയോ ഇപ്പോൾ എവിടെയാ? എസ് പിക്കാർക്ക് ഫോൺ കിട്ടിയേ. ഗ്രേസിയുടെ കാര്യം എന്തോ എളിയാ? ഇതാരാ എന്നാന്നറിയാം എന്തോ ചെയ്യുന്നേ? ഫോൺ വിളിക്കുമ്പോഴേ പറയണം ഞാൻ ഇന്നാരാ, ഇന്നാളാണോ, അങ്ങനല്ലേ? അതതിൻ്റെ ഒരു സംസാരിച്ചു തുടങ്ങുക. അങ്ങനെയെങ്കിൽ ഞാനിങ്ങോട്ട് വരുമ്പോൾ ഇവിടേക്ക് വരാൻ വേണ്ടി നമ്മുടെ പാസ്റ്റർ വിളിച്ചു വികാസന്മാരെ. രണ്ടാമത് ഇങ്ങോട്ട് വിളിക്കുമ്പോൾ എൻ്റെ ഫോൺ നമ്പർ ഇല്ലെന്ന് കൂട്ടിക്കോ. അപ്പോൾ ഈ പാസ്റ്റർ ചോദിച്ചു, ആരാ? ചില ആളുകൾ ആരാ ചോദിച്ചാൽ പറയും, എന്താ മറുപടി? ഞാനാ. അങ്ങനെ മറുപടി. അങ്ങനെയല്ലേ പറയുന്നത്? എന്നാരും പേര് പറയല്ല. എന്നോട് ചോദിക്കുക ആരാ, മനസ്സിലായില്ലല്ലോ. അപ്പം ഞാൻ മറുപടി പറയാ, അത് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ ഈ ദൈവാസന എന്തോ തോന്നും. മോശയോട് പറയാ, എഹൈ അഷറഹൈ, ഞാനാകുന്നവൻ ഞാനാകുന്നു. ഇതൊരു പദം ഉണ്ടാവും പറയാനാ. ആകുക എന്നർത്ഥം വരുന്നൊരു പദമാണ് അഹൈ. ആ അഹൈ പിറന്നത് ഹയ എന്ന പദത്തിൽ നിന്ന്. ഹയ ആ പദത്തിൽ നിന്ന് പിറന്ന ശക്തിമത്തായ മറ്റൊരു പദമാണ് യഹോവ. ഹയ ആണ് ഞാൻ, ആകുന്നവനാണ് ഞാൻ. യാവേ ആ പദത്തിൻ്റെ അർത്ഥം ആകുന്നവൻ. ഇതാണ് അത്ഭുതം എന്നാ പറയാം. ഇംഗ്ലീഷിലെ BEB ആണ്, ഹീബ്രുവിലെ ഹയായിൽ നിന്നാണ് ഇത് പദം ഉണ്ടായത്. യാവേ, യഹോവ. ഞാൻ യഹോവ എന്നുള്ള യാവേ എന്ന് പറയുക. അപ്പോൾ ക്രൈസ്തവരുടെ ദൈവമായ
യഹോവ, ആ പദത്തിൻ്റെ അർത്ഥം എന്താ? ആകുന്നവൻ. എന്താ അതിൻ്റെ അർത്ഥം? ഈ ബിയുടെ ഫോമുകളാണ് നമ്മൾ ഓക്സിലറി വെർബുകളായിട്ട് പഠിക്കുന്നത്. അങ്ങനല്ലേ? ഹാവ്, ഹാസ്, അടക്ക, അങ്ങനല്ലേ? നമുക്ക് ഈ 24 ഓക്സിലറി വെർബ് അറിയാത്ത ഒറ്റ ആൾ ഇവിടെ ഇരിപ്പില്ല. അത് എവിടെ ഉപയോഗിക്കണമെന്നുള്ള കാര്യത്തിലാണ് തർക്കം. ഹാവാണോ ഹാസാണോ എന്ന് ഓർത്ത് വരുമ്പോഴേക്കും മറ്റോ സ്ഥലം വിട്ടുപോകും. അത് ആ ഒരു പ്രശ്നമുള്ളൂ നമുക്ക്. ഇതെല്ലാം ശരിക്കറിയാം, ഇതെവിടെ വെക്കണം എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനത്തിൽ നമ്മൾ എത്തിയിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തെ പരിചയപ്പെടുത്തുക കർത്താവ്. ഇന്നലകളിൽ ഇവിടെ എന്തായിരുന്നുവോ, പ്രപഞ്ചമങ്ങനെ നിലനിന്നുവോ, എന്തൊക്കെ നീ കണ്ടുവോ, എന്തൊക്കെ നീ കാണാനിരിക്കുന്നുവോ, അതിൻ്റെ കാരണഭൂതനായ ഹയാ യാഹ്വേ, അത് ഞാനാ. നീ ഇത് പോയി പറഞ്ഞാൽ മതി. ഇത് പോയി പറഞ്ഞാൽ ഫറോയ്ക്ക് മനസ്സിലാവില്ല. വിഷമിക്കണ്ട, ഇത് തിയറി ഇത്രേ ഉള്ളൂ. പ്രാക്ടിക്കൽ പുറകെ വരുന്നുണ്ട്. ഫറവോനെ ഏറ്റവും അധികം പ്രാക്ടിക്കലിലൂടെ ദൈവം കടത്തിവിട്ട് അതിൽ പിന്നെ അവൻ ചോദിച്ചിട്ടില്ല ഇതാരാന്ന്. അതൊക്കെ ഡീസൻ്റ് നമ്മുടെ പൗലോസ് രക്ഷിക്കപ്പെട്ടതിൻ്റെ അന്ന് എന്തോ കിട്ടിയത്? നമുക്കൊക്കെ ഒരു അനുഭവം ഉണ്ടല്ലോ. കടമായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു, തലവേദനയായിരുന്നു, മാറാ രോഗമായിരുന്നു. പക്ഷെ പൗലോസിന് കിട്ടിയത് നല്ല സൂപ്പർ അടി കിട്ടി. കണ്ണിൻ്റെ കാഴ്ച നശിച്ച് ചാടിയെടുന്നൊരു ചോദ്യമാ, നീ ആരാ? മനസ്സിലായോ? നീ ആരാ? എന്നെ വിസ്മയിപ്പിച്ചൊരു ചോദ്യമാ. യേശുവിൻ്റെ മറുപടി വളരെ ലളിതം. നീ ഉപദ്രവിക്കുന്ന യേശു. നസ്രായനെന്നൊന്നുമില്ല, ലളിതമായൊരു അഡ്രസ്സ്, വളരെ ലളിതമായൊരു അഡ്രസ്സ്. നമ്മളെല്ലാം ഇത് പറഞ്ഞെങ്കിൽ എങ്ങനെ ഇരിക്കും? നീ ആരാന്ന് ചോദിച്ചതിന്. ഇനി നമുക്കത് പറയാൻ വയ്യ, വേറെ ആരെങ്കിലും കൊണ്ട് പറയിപ്പിക്കും ഞാൻ ആരാന്ന്. യേശു വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുത്തു, ആരാ? നീ ഉപദ്രവിക്കുന്ന യേശു. അന്ന് മുതൽ ഈ ചോദ്യത്തിൻ്റെ പിന്നാലെയാ പൗലോസ്. മരണം വരെ ആ ചോദ്യത്തിൻ്റെ ഉത്തരം പൗലോസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നു. അവസാനം ഇനി അവിടെ നിൽക്കട്ടെ, നമുക്ക് പൗലോസിലേക്ക് പോകാൻ നേരമില്ല. മോശ ദൈവജനത്തെ കൊണ്ട് ഫറവോൻ്റെ അടുക്കൽ ചെന്ന് വിടുതൽ അവിടുന്ന് വിട്ടുപോരാൻ ആഗ്രഹിക്കുമ്പോൾ സമ്മതിക്കുന്നില്ല. തന്നോടുകൂടെ ദൈവസാന്നിധ്യമുണ്ട്, ദൈവം നിയോഗിച്ചറിയിച്ചു എന്നതിൻ്റെ തെളിവായി തൻ്റെ കയ്യിലിരുന്ന വടി കൊണ്ട് മോശ നൈൽ നദിയെ അടിച്ചുകൊണ്ടാണ് പരസ്യ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിക്കുന്നത്. പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയപ്പോൾ പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ പച്ചവെള്ളത്തെ രക്തമാക്കി മാറ്റിക്കൊണ്ട് ശുശ്രൂഷയ്ക്ക് ആരംഭം കുറിച്ചു. നൈൽ നദിയെ അടിച്ചു, അത് രക്തമായി. അങ്ങനല്ലേ? നമ്മുടെ എല്ലാം മുമ്പിൽ മോശ നിന്നുകൊണ്ട് നൈൽ നദി അടിക്കുന്ന രംഗത്തിന് നമ്മളും സാക്ഷ്യം വഹിച്ചെന്ന് കരുതുക. നമ്മുടെ നേതാവായവൻ, നമ്മെ നയിക്കാനുള്ളവൻ ഇതാ പ്രകൃതിയെയും വെല്ലുവിളിച്ചുകൊണ്ട് തൻ്റെ കയ്യിലിരിക്കുന്ന വടികൊണ്ട്, മരക്കമ്പ് കൊണ്ട് ആഞ്ഞടിച്ചപ്പോൾ നൈൽ നദി രക്തം പുറപ്പെടുവിച്ചത് കണ്ടാൽ നമ്മൾ ആർത്തുല്ലസിച്ച് ചിരിച്ച് ദൈവത്തിന് മഹത്വമർപ്പിക്കും. ദൈവത്തിൻ്റെ വഴികളെയും വിധികളെയും ഓർത്തുകൊണ്ട് അത്ഭുതം കൂറുമ്പോൾ അവിടെ ഒരു 3-4 പേര് മാത്രം പൊട്ടിക്കരഞ്ഞ് ഉയരത്തിലേക്ക് നോക്കുക. വേറെ ആരുമല്ല, മോശയുടെ കുടുംബം. മിറിയാം, അഹരോൻ, അപ്പനമാരുണ്ടെങ്കിൽ അവർ. എന്താ കാര്യം? 80 വർഷങ്ങൾക്കപ്പുറത്ത് ഈ നദിയാ അവനെ വിഴുങ്ങാൻ കാത്തിരുന്നത്. 8 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിതാ വിഴുങ്ങുമെന്ന് വെല്ലുവിളിച്ച ദേശാധിപശക്തിയെ അടിച്ച് തകർത്ത് രക്തം പുറപ്പെടുവിച്ച് ഞരമ്പടിച്ച് പിണഞ്ഞ് ചുടുചോര വമിപ്പിച്ചുകൊണ്ട് ദൈവം തെളിയിച്ചു കൊടുത്തു, ഞാനാകുന്നവൻ, ഞാനാകുന്നു. ആ സത്യസന്ധമായ ദൈവത്തിൻ്റെ ഇടപെടൽ അങ്ങോട്ട് വ്യാപരിച്ചപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ചിലക്ക് കണ്ണീരണിയുന്ന ചില ഓർമ്മകളാണ് പ്രദാനം ചെയ്യുന്നതെങ്കിൽ ചിലക്കത് ആവേശമാണ്. പുതുതലമുറയ്ക്ക് ആവേശം, പഴയ തലമുറയ്ക്ക് അത് അനുഭവസമ്പന്നമായ കണ്ണീരിൻ്റെ സുഖമുള്ള ചില ഓർമ്മകൾ. ഇത് രണ്ടും നൈൽ നദിയുടെ തീരത്ത് നടന്നു. 10 ബാധയെ കൊണ്ടുപോട്ടെ. അവസാനം
ഇവരൊരുമിച്ച് ഈ ചെങ്കടലിൻ്റെ തീരത്ത് വന്നു. സത്യത്തിൽ ഈ കടന്നത് ചെങ്കടലിന് 2 വാലുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും 2 ഉൾക്കടൽ പോലെ നീണ്ടു കിടപ്പുണ്ട്. നിങ്ങൾ ഈ മാപ്പിൽ നോക്കിയാൽ ഇത് കാണാം. ഒന്ന് സൂയസാണ്, മറ്റൊന്ന് അക്വാബ ഉൾക്കടലാണ്. ചെങ്കടൽ തന്നെയാണ്, അതിൻ്റെ 2 വാല്, 2 എഡ്ജ്. ഇവർ അക്കരെ കിടന്നത് ഈ അക്വാബയാണ്. നേരെ അക്കരെ സൗദി അറേബ്യയാണ് ഇന്നത്തെ. അതിനങ്ങോട്ട് കിടന്ന. അപ്പോൾ ഈ സ്ഥലം, ഈ സൗദി അറേബ്യയിൽ ഇങ്ങനെ കടന്നു എന്നൊക്കെ പറഞ്ഞുള്ള സ്ഥലമുണ്ട്, അതൊക്കെ തെറ്റാണ്. ഈ ഗൾഫിലൊക്കെ പോയിട്ട് വരുന്ന സഹോദരന്മാർ മസ്കറ്റിലൊക്കെ ചെന്നിട്ട് യോബിൻ്റെ കല്ലറയാന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്തുകൊണ്ട് വരും. യോബിൻ്റെ ആ ബൈബിളിലെ യോബിൻ്റെ അല്ല, അത് മനസ്സിലാക്കിക്കോണം. ആ പഞ്ചായത്ത് വഴി പോലും യോബ് പോയിട്ടില്ല. മസ്കറ്റും യോബുമായിട്ട് യാതൊരു ബന്ധമില്ല. ഞാൻ 1-2 പ്രസംഗരെ രഹസ്യത്തിൽ തിരുത്തി. അത് ശരിയല്ല, ജോഗ്രഫിക്കലി ശരിയല്ല, ബിബ്ലിക്കലി ശരിയല്ല. ആ നാട്ടിൽ കൂടെ യോബ് പോയിട്ടില്ല. അവരാ കാട്ടിത്തരുന്ന സ്ഥലമായിട്ട് യാതൊരു ബന്ധമില്ല. അത് പോട്ടെ, അങ്ങനെ ഒരു തർക്കത്തിന് പോയതല്ല. അപ്പോൾ അക്കരെ കിടക്കണം. ഈ 2 ചെന്നാൽ ഇന്നൊരു കാഴ്ച കാണാം. ഈ കല്ലുകൾ ധാരാളമായി ഉയർന്നു നിൽക്കുന്ന മലകളാണ്. ഫെൻസ് ചെയ്തിരിക്കുകയാണ്. ഒരു കല്ലിളക്കിയാൽ ബാക്കി കല്ലൂടി ഇടിഞ്ഞ് തലേ വീഴും. അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഗൾഫിലും കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ. ഇതുപോലുള്ള സ്ഥലമാണ്. ഇത് നടുക്ക ഒരു പാത അക്കരെ കിടക്കാൻ. അപ്പുറത്ത് കടലാ. പിന്നാലെ ഫറവോന്റെ സേന വരുന്നുണ്ടെന്നറിയാം. രക്ഷപ്പെടാനും ഈ മല കടക്കാൻ പറ്റില്ല. കാരണം ഒരു കല്ലിൽ തൊട്ടാൽ കല്ലിളകി കുഞ്ഞുങ്ങളും ഒക്കെ മരിക്കും, വലിയവരും ഒക്കെ മരിക്കും. എങ്ങോട്ടും പോകാൻ വയ്യ. അവിടെ ആ മോശ തൻ്റെ ഏറ്റവും ശക്തിമത്തായ ആയുധം പുറത്തെടുത്തു. ഭക്തൻ്റെ ജീവൽ പ്രതിസന്ധിയിലെ ഏറ്റവും വലിയ ആയുധം അവൻ്റെ കണ്ണീരാണ്. അനുഭവമുള്ള നമുക്കറിയാം, അത്രയും വിലപിടിപ്പുള്ള ഒരായുധവും നമ്മുടെ പക്കലില്ല. ജയം മുഴുവൻ കണ്ണീരിൻ്റെ ശക്തിയാണ്. പ്രാർത്ഥന വേളയിൽ ഒരു തുള്ളി കണ്ണീര് പൊടിക്കാൻ കഴിഞ്ഞെങ്കിൽ എണ്ണിക്ക് മുമ്പ് ഓർത്തോണം നമ്മൾ ജയിച്ചിരിക്കുക. ഹല്ലേലൂയ. തമ്പുരാന്റെ മുമ്പിലാ കരഞ്ഞെങ്കിൽ ഒരു കാര്യം ഓർത്തോണം, ലോകത്തിൻ്റെ മുമ്പിൽ കരയാൻ അവൻ ഒരിക്കലും ഇടവരുത്തുകയില്ല. കരഞ്ഞത് ദൈവത്തിൻ്റെ മുമ്പിലെങ്കിൽ ഒന്ന് ഓർത്തുകൊള്ളണം, എങ്ങും പോയി പരാജയം വരിക്കാൻ അവൻ ഇടവരുത്തുകയില്ല. നമുക്ക് ഇവിടെ ഇരുന്ന് കരയണം. മോശ കരഞ്ഞു. തമ്പുരാൻ അവനെ വന്ന് തട്ടിക്കാണും. കരയാതെ. നീ എന്തിനാ കരയുക? കാര്യമൊക്കെ പറയാതെ അറിയാമല്ലോ. തമ്പുരാൻ അവൻ്റെ ഹൃദയത്തോട് മന്ത്രിച്ചു, കുഞ്ഞേ കരയാൻ വരട്ടെ. നിൻ്റെ പേരെന്താ? പേര് മോശ. ആ പേരിൻ്റെ അർത്ഥം എന്താ? ഞാനിവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു. നല്ലൊരു പേരാണോ അത്? ആണോ? നല്ല പേരാന്നാ പറയുന്നല്ലേ. ഒരാളെ കറണ്ട് അടിച്ചാൽ നമ്മൾ അങ്ങനെയാണോ പേരിടുന്നത്? കറണ്ട് അടിച്ചവൻ ഇടുവോ? തെങ്ങേന്ന് വീണവൻ നമ്മളാരും ഇങ്ങനെ ഇടുവോ? അതാ ഞാൻ പറഞ്ഞേ. വെള്ളത്തിൽ നിന്നൊരുത്തിനെ വലിച്ചെടുത്തു, അങ്ങനെയാണോ പേരിടണ്ടേ? അതിൽ ആ പേരായി അവൻ. പോട്ടെ, അവനുണ്ടായൊരു അപകടം കൂട്ടിയ പേരിട്ടിരിക്കുന്നല്ലേ. ആ പുരാൻ പറഞ്ഞു, മോനെ വെള്ളമുണ്ടായിരുന്നത് കൊണ്ടാ നിനക്കൊരു പേരുണ്ടായത്. പ്രതിസന്ധി പേര് തന്നാ നമുക്ക്. അനുഭവങ്ങൾ കൊണ്ട് പേര് പ്രാപിച്ചതാ നമ്മൾ. ഇന്ന് നിൻ്റെ പേര് ഞാൻ കൂടുതൽ അർത്ഥവത്താക്കുന്ന ഒരു ദിവസമാണ്. പണ്ടൊരുവൾ ഒറ്റയ്ക്ക് നിന്നെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കാൻ ഞാൻ നിയോഗം കൊടുത്തെങ്കിൽ ഇന്ന് നീ 600,000 വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കും. 600,000 വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത് നീ അക്കരെ പോകുന്ന ദൃശ്യം കണ്ടിട്ട് പുതുനിയമഭക്തന്മാർ വിളിച്ചു പറയും, വിശ്വാസത്താൽ അവർ ചെങ്കടൽ കടന്നു. അത് സ്നാനത്തിനൊരു മുൻകുറി. ഹല്ലേലൂയ. അടുത്ത ആഴ്ച നമുക്ക് സ്നാനം ഉണ്ടെന്നാ പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്താൽ ഈ രക്ഷിക്കപ്പെട്ടവരെ സ്നാനപ്പെടുത്തുകയില്ല. നമ്മളങ്ങ് വെച്ച് നീട്ടുക, ക്ലാസ് പഠിപ്പിച്ച് പോട്ടെ. ബൈബിളിൽ ഈ സ്നാനമെല്ലാം അന്നേരം കഴിയാം. അതുകൊണ്ട് ഈയിടയ്ക്കല്ല 4 കൊല്ലം മുമ്പ് വലിയ വിവാദമായി. ഒരു സഹോദരൻ സ്നാനപ്പെടാത്തവർക്ക് അപ്പവിഞ്ഞു കൊടുക്കുന്നു. അപ്പം അത് വലിയ ചർച്ചയായി. അപ്പോൾ ചർച്ചയായ വേദി ഞാനും കാനവച്ചനും ഒക്കെ ഉണ്ട് പ്രോഗ്രാമിലിരിക്കുക.
ഒരാൾ എണീറ്റ് ചോദിച്ചു, രക്ഷിക്കപ്പെടാത്തവർക്ക് അപ്പവീഞ്ഞ് കൊടുക്കുന്നത് തെറ്റാണോ? തെറ്റാണോ? ഞാൻ പറഞ്ഞു അതിൽ തെറ്റൊന്നുമില്ല. രക്ഷിക്കപ്പെടാത്തവർക്കല്ല ആർക്കും കൊടുക്കാം അപ്പവീഞ്ഞ്. അവൻ അവൻ്റെ കാശ് മുടക്കി അപ്പവും വീഞ്ഞും മേടിച്ച് ആർക്കെങ്കിലും കൊടുക്കട്ടെ. അതിലിപ്പോൾ നമ്മൾ എന്ത് പറയാനാ? അവൻ പൊറോട്ട മേടിച്ച് കൊടുക്കട്ടെ, നമ്മളതിനെ എതിർക്കണോ? നമ്മളതിനൊന്നും എതിർക്കാൻ പോകണ്ട. അതൊക്കെ അതിൻ്റെ വഴിക്ക് പോട്ടെ. അവൻ അത്രേ ചെയ്തുള്ളല്ലോ നമ്മൾ അറിയുന്നിടത്തോളം. അത് ബെർമുടായിട്ടുണ്ട് പോയി കൊടുത്തെന്ന് അറിഞ്ഞ അപ്പവീഞ്ഞ് കൊടുക്കട്ടെ, അതിന് കുഴപ്പമില്ല. കർത്തൃമേശയ്ക്ക് നിയമമുണ്ടല്ലേ? സ്തോത്രം. ഇനി സ്നാനപ്പെട്ടതുപോലും അതെടുക്കാൻ യോഗ്യതയല്ല. അങ്ങനെയാണോ? സ്നാനപ്പെട്ടിരിക്കണം. സ്നാനപ്പെട്ടതുപോലല്ല. ഇന്ന് പോലെ കേട്ടു യോഗ്യത. ക്രിസ്തു നിമിത്തമുള്ളൊരു യോഗ്യതയുണ്ടല്ലേ? സ്തോത്രം. പോട്ടെ. പറഞ്ഞത് ഇവിടെ സ്നാനപ്പെടാതെ പലരും ഉണ്ട് നമ്മുടെ ഇടയിലല്ല. ഇന്ന് മിക്ക സഭകളും കറക്റ്റ് സുവിശേഷം പറയുന്നുണ്ട്. ഞാനിവിടെ ഒത്തിരി ബുദ്ധിമുട്ടിയായി സംസാരിക്കുന്നത്. കാരണം ഈ സാറിരിക്കുന്നുണ്ട് എനിക്ക് പലതും തുറന്നു പറയാൻ പേടിയാണ്. ഞങ്ങളുടെ ബന്ധങ്ങൾ അങ്ങനെയാണ്. ഈയിടയ്ക്ക് ഓരോരുത്തർ പറഞ്ഞൊരു കാര്യം അങ്ങ് പറഞ്ഞു പോവാം. നിങ്ങൾ 1, 2, 3 യോഹന്നാൻ്റെ ലേഖനം വായിച്ചിട്ടുണ്ടോ? ബൈബിളിലല്ല, അതിന് പുറത്ത്. ഇങ്ങനെ 3 യോഹന്നാന്മാരുടെ ലേഖനം കേരളത്തിലുണ്ട്. അതാ മനുഷ്യനെ വഴി തെറ്റിച്ച്. 2 പേര് തിരുവല്ലയില്ല, ഒരാളങ്ങ് കോലഞ്ചേരിയില്ല. കോലഞ്ചേരിയിലൊരു യോഹന്നാൻ, പൊയ്യയിലൊരു യോഹന്നാൻ, തിരുവല്ലയിലൊരു യോഹന്നാൻ. സ്നാനമില്ല പലർക്കും, പല വിധത്തിൽ തിരിഞ്ഞുപോയി. മനസ്സിലാകുന്നുണ്ടോ? ഞാനൊരുത്തോണ്ട് പറഞ്ഞു ഈ ചെറിയ ചെറിയ പൊയ്യയെല്ലാം ഒഴുകി ലാസ്റ്റ് തീപ്പൊയ്യല്ല ചേരുന്ന അവിടെ ഓർത്തോളാൻ പറഞ്ഞു. ഇവിടെ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയണ്ടേ? ഒരു യോഹന്നാൻ ശരിക്കും സുവിശേഷം പറയും, സ്നാനം പറയില്ല. ദൈവമക്കളെ, സ്നാനം പറയാത്ത സുവിശേഷം ചെങ്കടൽ വരെ ഉള്ളൂ. കേട്ടോ? ചെങ്കടൽ കടന്നെങ്കിലേ സ്നാനമാവൂ. സ്നാനപ്പെട്ടവനോട് തമ്പുരാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കേണ്ടതിന് നിങ്ങൾ എനിക്കൊരു ആലയം പണിയണം. സ്നാനപ്പെട്ടവനുള്ളത് ആരാധന. സ്തോത്രം. അതുകൊണ്ട് അടുത്ത ദിനം സ്നാനപ്പെടാൻ ദൈവമക്കൾക്ക് ആഹ്വാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നത്തേക്ക് മാറ്റിവെക്കരുത്. സ്നാനമേറ്റ് യേശുവിനോട് ചേരണം. യേശുവിനോട് ചേരാനുള്ള സ്നാനം, മറ്റൊന്നുമല്ല അതിൻ്റെ അർത്ഥം. സ്തോത്രം. അങ്ങോട്ട് നമുക്ക് പോകണ്ട. നിങ്ങൾ ഉപദേശം ഉൾക്കൊള്ളുന്നവരാണല്ലോ. അടുത്തിലേക്ക് വരാം. അക്കരെ കടന്നു. പിന്നെ സമാഗമന കൂടാരമായി, ആരാധനയായി, സന്തോഷമായി, കാര്യങ്ങൾ അതിദ്രുതം മുമ്പോട്ട് പോവാം. ചെന്ന് നെബോ പർവ്വതത്തിൻ്റെ അടുത്തെത്തി. അതിനുമ്പ് നമ്മൾ ഒത്തിരി സംഭവങ്ങൾ കണ്ടു. അതിലൊന്ന് ഈ അഹരോൻ്റെ മരണമാണ്. അതിനുമ്പ് മിറിയാമിൻ്റെ കുഷ്ഠരോഗമാണ്. നമ്മളിതൊക്കെ കാണുമ്പോൾ ഈ മോശ എന്ന മനുഷ്യൻ്റെ ഹൃദയ വിശാലത മനസ്സിലാവും. എത്ര വലിയൊരു മനുഷ്യനാണ്. ഇതെല്ലാം സഹിച്ചു പോരുക. അതിലേറ്റവും എനിക്ക് എന്നെ അമ്പരപ്പിച്ച ഒരു സംഭവം, നെബോയുടെ അരികിൽ യോർദാൻ്റെ ഇക്കര വന്ന വാഗ്ദത്ത ദേശം തമ്പുരാൻ കാണിച്ചിട്ട് പറയുക, നീ അക്കരെ കടക്കുകയില്ല. ഇത് നമ്മളോടാ പറഞ്ഞെങ്കിൽ എങ്ങനെ ഇരുന്നേനെന്നറിയാൻ യോനായോട് പറഞ്ഞു നോക്കണമായിരുന്നു ദൈവം. ഇങ്ങനെ ഈ പറച്ചിൽ യോനായോടാണെന്ന് കുട്ടിക്കോ ആ ഉണക്കിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെ നീ അക്കരെ പോവുകയില്ലെന്ന് പറഞ്ഞാൽ യോന വലിയ പുകിലുണ്ടാക്കും അവിടെ കിടന്നു. നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേനെ. ഞാനാണെങ്കിൽ പറഞ്ഞേനെ, ദൈവമേ എൻ്റെ അഭിമാനം നിലനിർത്താൻ ജസ്റ്റ് അക്കരെ കിടന്ന് ഒരു നിമിഷം, അതിൻ്റെ റൈറ്റല്ലേ, എൻ്റെ അവകാശമല്ലേ, വേറൊന്നും എനിക്ക് ആവശ്യമില്ല. അവിടെ ഒരു മിനിറ്റൊന്ന് നിന്നാൽ മതി. എന്നെ ജസ്റ്റ് അക്കരെ കൊണ്ടുപോയിട്ട് പ്ലീസ് എന്നെ അങ്ങനെ. ഇത് പറയാത്ത ആരിവിടെ ഉണ്ടോ? എനിക്ക് വയ്യ. ഞാൻ ഇത്ര നാളും പ്രസംഗിച്ച് ആകാംക്ഷയോടെ കാത്തിരുന്നൊരു ലോകം
കഷ്ടത സഹിച്ചൊരു ജനതയെക്കൊട്ട് ഇവിടെ വരെ വന്നിട്ട് 100 കഷ്ടപ്പാടുകളിലൂടെ ഒരു ധാത്രി മക്കളെ പ്രസവിച്ച് അവരെ പിറവിയെടുത്ത് കൊണ്ടുപോകുന്നത് പോലെ 600,000 കൊണ്ടുവന്ന് ഈ പടിക്ക കൊണ്ടുവന്ന് നീ എന്നെ ഇവിടെ വെച്ചെടുക്കുക എന്ന് പറയുന്നത് ന്യായമല്ല. പ്ലീസ്, ഒരു കരുണ എന്നോട് കാണിച്ചുകൂടെ? അക്കരെ അതിൻ്റെ ഒരു മിനിമം ആവശ്യമല്ലേ? ഇത് പറയാത്ത ആരിലുണ്ടോ? പക്ഷേ മോശ ഒരു വാക്കും മറുത്തു പറയാതെ തമ്പുരാൻ്റെ സന്നിധിയിൽ പറയുക, യെസ്, ഈ സംതൃപ്തിയാണ് ക്രിസ്ത്യജീവിതത്തിൻ്റെ വിജയം. പ്രാപിച്ച നന്മകളൊക്കെ ഓർത്ത് തമ്പുരാണ്ട് പറയണം, ധാരാളം, ഞാൻ തൃപ്തനാ, നീ തന്നതിലൊക്കെ ഞാൻ തൃപ്തനാ, മതി, ധാരാളം. മോശ അവിടെ വെച്ച് മരിച്ചു. മോശയുടെ ശവശരീരം അടക്കി. ഈ ശവശരീരം അടക്കിയതോട് ബന്ധപ്പെട്ട് അല്പം വഴക്കും വിഷയങ്ങളൊക്കെ ഉണ്ടായി. നമ്മുടെ വീടുകളിലൊക്കെ അത് അപൂർവമാണ്. കാരണം അഭിഷിക്തന്മാരായ ദിവാസന്മാരൊക്കെ വന്നാൽ ചെയ്യുന്നു. എന്നാൽ ചിലയിടത്ത് എന്നാൽ ഈ ശവം എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി പ്രത്യേകിച്ചെന്ന് മിനിങ്ങി വരുന്ന പിള്ളേരുണ്ട്. ഇടയ്ക്ക് ചാരി കാഴ്ച കൊണ്ട് ഈ ശവം കൊണ്ടുവന്ന് കണ്ടിട്ട് ആന തിടം പേറ്റിക്കൊണ്ട് പോകുന്നതല്ല, ഈ പൂസായിട്ട് പോകില്ലേ, ആന അതിൻ്റെ മീതെ ഈ സാധനമൊക്കെ വെച്ച് ഉത്സവത്തിന് പോകുന്ന പോലെ ശവം കിടന്നിങ്ങനെ ആടുക. കാരണം എന്താ? വെള്ളവടിയന്മാരാ. ഭക്തിയുള്ള പുരുഷന്മാർ സ്തെഫാനോസിനെ അടക്കം ചെയ്തു. അതിലുമൊക്കെ നിയമമുണ്ട്. അങ്ങനെ മോശ മരിച്ചു. ബഹളം ഉണ്ടായിന്ന് ഞാൻ പറഞ്ഞത് പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല, പുതിയ നിയമത്തിലുണ്ട്. എന്താ ബഹളം എന്നറിയണ്ടേ? പിശാചുക്കൾ ഈ ശവശരീരത്തിന് വേണ്ടി വാദിച്ചു, ഞങ്ങൾക്ക് വേണോ? മിഖായേൽ എന്ത് പറഞ്ഞു? യഹോവ നിന്നെ ബത്സിക്കട്ടെ, പോ, ഓടിച്ചോട്ടു. ദൂതന്മാർ ശുശ്രൂഷിച്ചു, മോശയെ അടക്കി. നേരം വെളുത്തപ്പോൾ കല്ലറ കാണുന്നുമില്ല. എതിലേ പോയി? ഒരു പിടിയില്ല. മക്പേലാ ഗുഹ, ഹിത്യനായ എബ്രോനോട് വിലക്ക് വാങ്ങിയ ഗുഹ ഇന്നും അവിടെ ഉണ്ട്. ദാവീദിൻ കല്ലറയുണ്ട് ഇന്നും പഴയ യെരൂശലേമിൽ. റാഹേലിൻ്റെ കല്ലറയുണ്ട് ബെന്യാമിൻ്റെ അതിരിങ്കല സേൽസഹിൽ ഇന്നും കാഴ്ചയ്ക്ക് അവിടെ ആളുകൾ പോകുന്നു. എല്ലാത്തിലുപരി നമ്മുടെ കർത്താവിൻ്റെ കല്ലറ ഇപ്പോഴും അവിടെ ഉണ്ട്. മോശ എന്ന മനുഷ്യൻ്റെ ശവകുടീരം എവിടെ അവനെ അടക്കം ചെയ്തു എന്ന് ഇന്ന് വരെ ആരും അറിയുന്നില്ല. എന്നിട്ട് ചില വിഡ്ഢികൾ അവിടെ ആരോ വല്യപ്പൻ്റെ കല്ലറയുണ്ട്, അത് കാണിച്ചിട്ട് പറയുക അത് മോശയുടെയാണ്. വിശ്വസിക്കല്ലേ? ബൈബിള് പഠിക്കുക, ഈ വഴിയൊന്നും പോകല്ലോ. ഒത്തിരി തെറ്റിദ്ധാരണ പഠിച്ചുകൊണ്ട് വരും. അതാ കുഴപ്പം. ചുരുക്കി പറഞ്ഞാൽ ഈ കല്ലറ എവിടെയെന്നറിയില്ല. വചനം പഠിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. മോശയുടെ മരണശേഷമുള്ള ശവസംസ്കാരത്തിൽ ഒരു ദുരൂഹത. അടക്കിയത് എവിടെയെന്നറിയില്ല. പിശാചുക്കൾ വന്ന് വാദിച്ചു, ദൂതഗണങ്ങൾ അവയെ ഓടിച്ചു വിട്ടു. ഇങ്ങനൊരു പ്രശ്നം. ഇതുപോലൊരു ദുരൂഹത ഒരാളുടെ പിറവിയിൽ അല്ലെങ്കിൽ അസ്തിത്വത്തിലുണ്ട്. അത് വേറെ ആരുമല്ല, ഏലിയാവ. എവിടുന്ന് വന്നു എന്ന് കാര്യമായ വിലാസമില്ല. തിസ്ബയിൽ നിന്നുള്ള തിസ്ബ്യനായ ഏലിയാവ്, നമുക്ക് അത്രയേ ഉള്ളൂ അഡ്രസ്. പോയത് എവിടേക്കെന്നറിയാം, മരണം കാണാതെ എടുക്കപ്പെട്ടു. മോശയുടെ കാര്യം നേരെ തിരിച്ചാ. ജനനമൊക്കെ നമുക്ക് കറക്റ്റ് റെക്കോർഡാ. മരണശേഷം എന്തു പറ്റി? അടക്കം എന്താ ഇങ്ങനെ? അടക്കം മാത്രമല്ല, ഈ കല്ലറ എവിടെയെന്ന് ആർക്കും ഒരു പിടിയില്ല. ചുരുക്കത്തിൽ ഒരു ജനനേതാവിന് പറ്റിയ ഗാംഭീര്യതയുള്ള ഒരു ശവമടക്കൊന്നും അവർ മോശയ്ക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ആകെ ചെറിയൊരു പ്രോഗ്രാം. എന്താ ഇങ്ങനെ ചെയ്തേ? അങ്ങനെയാണോ ചെയ്യണ്ടേ? ആദരവ് കൊടുക്കണ്ടേ? മൃതദേഹത്തെ നമ്മൾ ആരാധിക്കുന്നവരല്ല, ശുശ്രൂഷകളെ ആദരിക്കേണ്ടതുണ്ട്.
ഇത്രനാളും നമ്മുടെ സഹോദരൻ്റെ ആത്മാവിനെ വഹിച്ച ചട്ടക്കൂട, അത് വിലപിടിപ്പുള്ള തന്നെയാണ് ഭക്തൻ്റെ മരണം. നന്നായിട്ട് അടക്കണം, ശുശ്രൂഷകൾ ചെയ്തടക്കണം. അങ്ങനെയാ ഭക്തിയുള്ള പുരുഷന്മാരടക്കണം, നിയമമുണ്ട് അതിനൊക്കെ. ഇതിനൊന്നും കാര്യമായൊരവസരം ഇല്ല. അടക്കി അവർ വിലാപം കഴിച്ചു പോയി. എന്തായിരിക്കും ഇങ്ങനെ വന്നേ? ഇനി മറുവശം ചിന്തിച്ചാൽ മതി. ഇതൊരല്പം കാര്യക്ഷമതയോടെ നടത്താൻ അങ്ങ് തീരുമാനിച്ച് നോട്ടിക്കോ. സങ്കല്പിക്കുക, ഫ്ലക്സ് അടിക്കണം, ക്ലാറിനെറ്റ് കച്ചേരി വരുത്തണം, പ്രോഗ്രാം ലൈവ് ചെയ്യണം, ആൾക്കാരെ വിളിക്കണം. ഇതൊക്കെ ഇങ്ങനെ ചർച്ച നടക്കാമെന്ന് വിചാരിക്കുക. ചർച്ച കൊടുമ്പിരി കൊള്ളുമ്പോൾ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ള അപ്പച്ചൻ ചോദിച്ചു, മക്കളെ നിങ്ങൾ എന്താ ഈ ആലോചിക്കുന്നത്? അപ്പച്ചൻ നമ്മുടെ മോശം മരിച്ചു, അതറിഞ്ഞു, പിന്നെന്താ വിഷയം? ശവം അടക്കണം. അതിന് നമുക്കിത് കാര്യമായിട്ടൊക്കെ അടക്കണം, നമുക്ക് നല്ല രീതിയിലൊരു ശവസംസ്കാരമൊക്കെ കൊടുക്കണം. ഓ, അങ്ങനെയാണോ? ഈ മരിച്ചു കിടക്കുന്ന ആള് ആരാന്നറിയോ? അറിയാം, മോശ ആരാന്നറിയോ? നമ്മുടെ ലീഡർ, ദൈവ മനുഷ്യൻ. അതൊന്നുമല്ല. ഈജിപ്തിലെ വില്ലേജിലെ രേഖകൾ പരതണം, റവന്യൂ രേഖകൾ പരതണം. മനസ്സിലാകും ഇതാരാ? ഫറവോയുടെ പുത്രിയുടെ മകൻ. രേഖയായി പറഞ്ഞ് ചുരുക്കത്തിൽ രാജകുമാരനായി കിടക്കുന്നത്. കളിയെടുക്കരുത്. നമ്മൾ ഇതുവരെ അക്കരെ കയറിയിട്ടില്ല. യോർദാൻ കിടക്കണം, മറ്റവൻ ഏത് സമയത്തും പുറകെ വരാം. ചെങ്കടൽ വിഭജിക്കപ്പെട്ടാതെ കരവഴി വരാൻ വഴിയുണ്ട്. ഇത് രാജകുമാരനാ, അവകാശം പറഞ്ഞു വരും, പ്രശ്നമാകും. നമുക്കതുകൊണ്ട് ഇവന് ഒരു രാജകീയ യാത്രയപ്പോൾ. മനസ്സിലായോ? സങ്കല്പ രാജകീയ യാത്രയപ്പം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയണ്ടേ? മുളം തണ്ട് കൊണ്ടുവരാൻ പറയും, മൂക്കിലിറക്കാൻ. മനസ്സിലായോ? കല്ലറ കെട്ട് കട്ട പിടിക്കാൻ പണ്ടേ നമുക്കറിയാമല്ലോ. ഒന്നുകൂടെ പിടിക്കണം. 13 ഏക്കറിലാ ഫറാവോ കിടക്കുന്നതെങ്കിൽ ഒരു 130 ഏക്കറാകട്ടെ, തകർക്കണം നമുക്ക്. ഇങ്ങനെ ചിന്തിച്ചാൽ ഒറ്റ ഒരുത്തൻ വാഗ്ദത്ത നാട് കാണുമോ? അപ്പച്ചൻ കിടക്കുന്നിടത്ത് ഞാനും. ഇന്നും അങ്ങനെയുള്ളവരില്ലേ അപ്പച്ചൻ കിടക്കുന്നിടത്ത്? ഒറ്റ ഒരുത്തൻ വാഗ്ദത്ത ദേശം കാണത്തില്ല. അതുകൊണ്ട് മോശയെക്കുറിച്ചുള്ള സകല ഭൗതിക ചരിത്രവും തമ്പുരാൻ അവശേഷിപ്പിക്കാതെ മാറ്റി. ഇസ്രയേൽ മക്കൾ അക്കരെ കടന്നു, ചെങ്കടൽ വീണ്ടും ഒഴുകി. യോർദാൻ അക്കരെ കടന്നവർ ജെറീക്കോ പിടിച്ചു, ഹായിയും ബഥേലും പിടിച്ചു. അങ്ങനെ പോയി ആ ജനത മുമ്പോട്ട് പോയി. അതവിടെ നിൽക്കട്ടെ. ഇസ്രായേൽ ചരിത്രം വളർന്നു യോശുവയിലൂടെ. മോശക്കനന്തരം യോശുവയിലൂടെ, ന്യായാധിപന്മാരിലൂടെ, രാജാക്കന്മാരിലൂടെ, ദാവീദിലൂടെ, ശലോമോനിലൂടെ വളർന്നു. ശലോമോൻ്റെ മകൻ്റെ കാലം എത്തുമ്പോൾ വീണ്ടും അത് തളർന്നു, രാജ്യം രണ്ടായി. അങ്ങനെ വിഭജിത ഇസ്രയേലിൽ ഒരു പ്രവാചകൻ എഴുന്നേറ്റു, ഏലിയ പ്രവാചകൻ ജീവിച്ചിരുന്ന കർമ്മേലിൽ വെച്ച് അദ്ദേഹത്തിന് അരുളപ്പാട് കിട്ടി, താനും എടുക്കപ്പെടും. 1000 ആണ്ട് കഴിഞ്ഞു. മോശ മരിച്ചിട്ട് 1000 ആണ്ട് കഴിഞ്ഞ് ഏലിയാവെന്ന മനുഷ്യൻ എടുക്കപ്പെടും വാർത്ത വരുന്നപ്പോൾ സന്തത സഹചാരിയായി ഒരു ഏലിശ കൂടെയുണ്ട്. ഏലിശ പറഞ്ഞു, നിന്നെ ഞാൻ വിടില്ല ഗുരു, നിന്റെ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക്. ഏലിയ പറഞ്ഞു, പ്രയാസമുള്ള കാര്യമാവുഞ്ഞേ, തള്ളിക്കളയില്ല, വലിയ പ്രയാസം. പക്ഷെ ഞാൻ എടുക്കപ്പെടുന്നത് കണ്ടാൽ നിനക്കത് ലഭിക്കും. എന്തിനാ ഇരട്ടിപ്പങ്ക്? സ്വാർത്ഥത്തിനല്ല ഗുരു. ആഹാവിൻ്റെ ഇരുമ്പുരഥങ്ങൾ കണ്ടാൽ ഭയമില്ലാത്ത നീ, ഞാൻ കൽപ്പിച്ചിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യില്ലെന്ന് പറയുന്ന നീ, ചില ദുർബല ഘട്ടങ്ങളിൽ പറയാറുണ്ട്, ഇപ്പോൾ മതി യഹോവേ, ഞാനും മടുത്തു.
ഈ മടുപ്പ്, ഈ മാന്യം എന്നെ ബാധിക്കാതിരിക്കേണ്ടതിന്, വരും തലമുറയ്ക്ക് കൂടുതൽ കരുത്ത് പകരേണ്ടതിന് ഈ കൃപ പോരാ, ഈ ശക്തി പോരാ, ഈ നിയോഗം പോരാ. സാത്താൻ തന്ത്രം മാറ്റിയിരിക്കുന്നു, അവന്റെ ശൈലി മാറ്റിയിരിക്കുന്നു. അവൻ കൂടുതൽ കരുത്തനായിരിക്കെ നീ പ്രാപിച്ചതെന്തോ അതിൻ്റെ ഇരട്ടി വരാതെ ഇനിയുള്ള കാലം എനിക്ക് മുന്നേറാൻ വയ്യ. നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് ജാഗരിച്ചു. ഒരു കാര്യം സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കണം. ഇവർ രണ്ടാളും കർമ്മയിൽ നിന്ന് ഗിൽഗാലിൽ നിന്ന് ബഥേൽ, ബഥേലിൽ നിന്ന് യെരിഹോ, യെരിഹോവിൽ നിന്ന് യോർദാൻ. ഗ്രാഫ് മനസ്സിലായോ? വഴിയാത്ര മാപ്പ് മനസ്സിലായോ? ഈ യാത്രയ്ക്കൊരു പ്രത്യേകതയുണ്ടേ. 1000 ആണ്ട് മുമ്പ് യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കൾ പോയ വഴിയായത്. തിരിച്ചിട്ട് യോശുവ വരുന്ന കേട്ട നേരെ യോർദാൻ, അവിടുന്ന് എരിഹോ, അവിടുന്ന് ബഥേൽ, അവിടുന്ന് ഗിൽഗാൽ, അങ്ങനെ പോവാ. ഇവർ വരുന്നേരെ തിരിച്ച് ദാ വരുന്നു കർമ്മൽ ടു ഗിൽഗാൽ, ദെൻ ബഥേൽ, ദെൻ എരിഹോ, യോർദാൻ. മനസ്സിലായോ? ഇല്ല. വഴി മനസ്സിലായോ? 1000 കൊല്ലം മുമ്പ് അങ്ങോട്ട് പോയ വഴിയെ 1000 വർഷം കഴിഞ്ഞുള്ള പുതുതലമുറ രണ്ടാളുകൾ ഒരുമിച്ച് ദാ തിരിച്ചു വരുന്നു. എന്തോ മറന്നു വച്ച വസ്തു എടുക്കാൻ വരും പോലെ ഇരട്ടി പങ്കെടുക്കാൻ വന്നവർ യോർദാനെ അടിച്ചു. യോർദാൻ വിഭജിക്കപ്പെട്ടു. ഇക്കര കടന്നു. ഇക്കര കടക്കുമ്പോൾ ആ സ്ഥലം നോക്കിക്കേ. സ്ഥലം മനസ്സിലായോ? ഇവിടെയാ മോശ മരിച്ചടക്കപ്പെട്ട ആ വിശാല മരുഭൂമി. ഇവിടുന്ന് ഏലിയാവ് എടുക്കപ്പെടുമ്പോൾ ഒരു രംഗം നമ്മൾ കണ്ടു. അഗ്നിമയ രഥങ്ങൾ, കുതിരകൾ. ഈ രഥവും കുതിരയും വന്ന് ഒപ്പം ചുഴലിക്കാറ്റിൽ യഹോവ ഏലിയാവ് എടുത്തുകൊണ്ടു. അവൻ്റെ മേൽ നിന്ന് പുതപ്പ് ദൈവപുരുഷന്റെ മീതെ വീണു. ഇരട്ടി പങ്ക്. വിസ്മയാവഹമായൊരു സംഭവം പിന്നെയും നമുക്ക് കാണാം. 2500 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ കർത്താവിത മറുരൂപമലയിൽ അവൻ്റെ തൊട്ടരികിൽ ഏലിയാവ്, മോശ. പത്രോസ് പറയുക, ഞാൻ 3 കുടിലുണ്ടാക്കാൻ പോവാ. ആട്ടെ, മോശയെ നമുക്ക് ചോദിക്കാം, എപ്പോഴാ ഇവിടെ വന്നേ? അക്കരെ ഞങ്ങൾ കുഴിച്ചിട്ടിട്ട് പോന്നല്ലേ? സകല ചരിത്രം അക്കരെ തീരുമെന്ന് ഓർത്തതല്ലേ? ഏത് വഴിക്കാ ഇവിടെ വന്നേ? ഏലിയാവിനൊപ്പം എപ്പോഴാ കൂടിയേ? ആർക്കും അറിയാത്ത വഴികളിലൂടെയാണ് ഭക്തന്റെ പ്രയാണം. ലോകം വിധിച്ച് ശവക്കുഴി കൊണ്ട് ലോകം അവസാനിപ്പിക്കുമ്പോൾ ഭക്തന് മാത്രം വേറിട്ട വഴികൾ, ആരും കാണാത്ത അഗോചര വഴികൾ, തൻ്റെ മരണത്തിലും അത്തരമൊരു അത്ഭുതം മാറ്റിവെച്ചിട്ട് ഇതാ ആർക്കും അലക്കി വെളുപ്പിക്കാൻ കഴിയാത്ത വെണ്മയാർന്ന വസ്ത്രരൂപിയായി ഇതാ മോശ നിൽക്കുന്നു മരുവമലയിൽ യേശുവോടുകൂടെ. ഞാൻ അവസാനിപ്പിക്കാറായി. ഇന്ന് ഈജിപ്റ്റ് സന്ദർശിക്കുന്നവർക്ക് ഈ ഫറവോമാരുടെ മമ്മിഫൈ ചെയ്ത 5000 വർഷം പഴക്കമുള്ള ഭൗതിക ശരീരം കാണാം. അതിന് പാസൊക്കെ എടുക്കണം. അത് മാത്രം കാണാൻ $20 അടയ്ക്കണം. അപ്പോൾ നമ്മുടെ ആളുകൾക്ക് അതിനൊരു മനസ്സില്ലാത്തതുകൊണ്ട് $1 വകുപ്പുണ്ട്. നമ്മൾ ആ വഴി തിരഞ്ഞെടുക്കും. പക്ഷേ ഇവർ കണ്ടേച്ച് വരുന്ന കച്ചിയാണ്, ഒറിജിനലല്ല. കച്ചി പൊതിഞ്ഞവിടെ വെച്ചിട്ടുണ്ട്. അതാ $1 കാണുന്നത്. അവന് മുതലാകണ്ട. അതുകൊണ്ട് ഇതാണ് വകുപ്പ്. യഥാർത്ഥ മമ്മിഫൈ ചെയ്ത ബോഡി കാണാൻ $20. 1ഉം 2ഉം അല്ല, 100 കണക്കിന്. പക്ഷെ ഒരു കാര്യ, ഇത് കാണാൻ അങ്ങോട്ട് ചെന്നിട്ട് നമ്മൾ ഒന്നേ നോക്കുള്ളൂ. കാരണം പല്ലുന്തി, കണ്ണുകൊഴിഞ്ഞ് വികൃത രൂപികളായി
തുണിയിൽ പൊതിഞ്ഞു വെച്ച ഫറവോമാരുടെ 100 കണക്കിന് ശവശരീരങ്ങൾ സ്വർണ്ണപീഠത്തിലൊക്കെയാണ്, അതൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ആരെങ്കിലും വരുന്നേ, ഞാൻ അടുത്ത മാസം പോകുന്നുണ്ട് വീണ്ടും. ഇവിടെയൊക്കെ നമുക്ക് ക്ലാസ് ഉണ്ട്. ഞാൻ ആരെയും കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞല്ല, നിങ്ങളാരും വരാനും പറഞ്ഞല്ല. അത്ഭുതങ്ങളുടെ ഒരു ലോകം, വിസ്മയാവഹമായ ലോകം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇത് കണ്ടാൽ നമ്മളൊന്ന് കണ്ടിട്ട് തലവലിക്കും. ചിലർക്കൊരു ബുദ്ധിമുട്ടാണ്, കണ്ടുപോയല്ലോ എന്നൊരു ചിന്ത, ഒരു വല്ലാത്ത പ്രകൃതം. സുന്ദരീ സുന്ദരന്മാരായി പണ്ടുകൊണ്ടടക്കിയ ഫറവോമാരിതാ കറുത്തു കരിവാളിച്ച് കണ്ണുകളുടെ സ്ഥാനത്ത് 2 കുഴി, ഭീകരരൂപികളായി പല്ലിളിച്ച് കിടക്കുന്ന ഈ കിടപ്പ് കണ്ടാൽ നമുക്ക് മോശയോട് പറയാൻ പറ്റും, മോശേ, ഫറവോയുടെ പുത്രിയുടെ മകനായിരുന്നു നീയെങ്കിൽ ഈ ശവശരീരങ്ങളിലൊന്നായി നീ ഇവിടെ കിടന്നേനെ. നിന്നെ കണ്ടിട്ട് ഞങ്ങൾ $20 അടച്ച് കാണാൻ വന്നിട്ട് അറപ്പോടെ വെറുപ്പോടെ തുപ്പി ഞങ്ങൾ തിരിച്ചു പോകുമായിരുന്നു. പക്ഷേ ക്രിസ്തുവിൻ്റെ നിന്ന ധനമെന്നെണ്ണിയ നിന്നെ ഞങ്ങൾ കണ്ടത് 1000 സൂര്യചന്ദ്രന്മാരെക്കാൾ പ്രഭാപൂരിതനായി കർത്താവായ യേശുക്രിസ്തുവോടൊപ്പം മറുരൂപമലയിൽ തേജോരൂപിയായി നിൽക്കുന്ന നിന്റെ കാഴ്ച ഞങ്ങളെ ഒരു കാര്യം ബോധ്യപ്പെടുത്തി. അന്ന് നീ അനുഭവിച്ച ക്രിസ്തുവിൻ്റെ നിന്ദയുടെ ശ്രേഷ്ഠത ഇതാ അനവരതം തേജസ്സിൽ ഭാഗ്യമായി നിന്നിൽ തിരികെ അന്തർലീനമായി ഭവിക്കുന്ന ഒരു മനോഹര കാഴ്ച. ഇതറിഞ്ഞിട്ട് എബ്രാലേന കർത്താവ് പറയുക, പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോടെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചു. മിസ്രയീമിലെ നിക്ഷേപങ്ങൾ ശവകുടീരങ്ങൾ കൊണ്ട് പരിമിതപ്പെട്ട് അവിടം കൊണ്ട് തീരുന്ന സ്ഥിതിവിശേഷങ്ങൾ സംജാതമായപ്പോൾ തകർന്നടിയുന്ന തരിശു നിലങ്ങളിൽ ഈജിപ്തിൻ്റെ ഭരണകൂടങ്ങളും അവിടുത്തെ ചക്രവർത്തിമാരും അപ്രസക്തരായി മാറിയപ്പോൾ ഇതാ മോശ പ്രാപിച്ചെടുത്ത ദൈവകൃപ കാലത്തെ അതിജീവിച്ചു മുന്നേറുന്നു. ഇന്നിതുവഴിയൊക്കെ യാത്ര ചെയ്താൽ മറ്റൊരു കാഴ്ച കാണാം. ഒരു നിശ്ചിത ദൂരം നമ്മുടെ വണ്ടിയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് അവിടുത്തെ പോലീസ് വരും, കൈ കാണിച്ച് നിർത്തും. ഈ വണ്ടിയിൽ കയറിയിരിക്കും, ഗണ്ണുണ്ടവരുടെ കൈ. എന്തിനാണെന്നറിയണ്ടേ? ഈ വരും വഴിക്ക് ഒരു തരം പ്രാകൃത അറബികൾ വണ്ടി തടഞ്ഞു നിർത്തും, പോക്കറ്റടിക്കും, മാരകായുധങ്ങളും കൊണ്ട് വണ്ടി വളയും. അത് രക്ഷിക്കാൻ ടൂറിസം വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് ഗണ്ണുമായിട്ട് കയറുന്നത്. അത് പഠിച്ചു വന്ന ഒരു കാര്യം മനസ്സിലാകും, ആരായി കക്ഷികളെന്നറിയണ്ടേ? കഞ്ചാവ് കടത്ത്, മയക്കുമരുന്നുകളെല്ലാം കടത്തുന്ന അവിടുത്തെ ഒരു പറ്റം പ്രാകൃത അറബികളാണ്. കൂട്ടം കൂടി നിൽക്കുകയാണ്. ആദിവാസികളായി അവർ ജീവിതം നയിക്കുക, കുടിലുകൾ കെട്ടി മരുഭൂമി കഴിയുക, ഒട്ടകപ്പാല് കുടിച്ച് ഈന്തപ്പഴം കഴിച്ച് പ്രാകൃതരായി അവരിന്നും ജീവിക്കുകയാണ്. കൊള്ളയാണ് തൊഴിൽ. പഴയ ഫറവോയുടെ കൊച്ചുമക്കളാണ്. ചരിത്രം ഉന്മൂലനം ചെയ്ത് അവരെ ഈ രൂപത്തിൽ ഇവിടെ ആക്കിയപ്പോൾ അവൻ ഞെക്കിക്കൊന്നൊതുക്കാൻ ശ്രമിച്ച ജൂതൻ്റെ സംസ്കാരം ഉലകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആൽബർട്ട് ഐൻസ്റ്റീൻമാരായി, ഐസക് ന്യൂട്ടന്മാരായി, സുശക്തന്മാരായ അനവധി ചിന്തകന്മാരായി, ശാസ്ത്രകാരന്മാരായി, ചരിത്രകാരന്മാരായി ഉലകത്തിൻ്റെ നിറയിൽ നിന്നുകൊണ്ട് ലോകത്തെ പാഠം പഠിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കളോർക്ക് ഈ പുസ്തകത്തിൻ്റെ കരുത്തത്ര, അത് ചുമന്നവൻ്റെ കരുത്തത്ര, അത് വിശ്വസിച്ചവൻ്റെ ശക്തിയത്ര, ക്രിസ്തുയേശുവിൻ്റെ നിന്ന വലിയ ധനമെന്നെണ്ണിയാൽ ഇതാ കാത്തിരിക്കുന്നു നമ്മളെ കാത്ത് ചില ശുഭദിനങ്ങൾ, അത്ഭുതകരമായ ചില ജീവിതത്തിൻ്റെ മുന്നേറ്റങ്ങൾ. ഹല്ലേലൂയ. അവ ഇപ്പോൾ ചുമക്കുന്ന നിന്നയുടെ ശ്രേഷ്ഠത കാലം കഴിഞ്ഞാ നമുക്ക് മനസ്സിലാകുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് പകലൊക്കെ നല്ല മഴയായിരുന്നു. മഴ ആവശ്യമാണ്, നല്ല പ്രതിസന്ധിയുടെ ഒരു കാലമാണല്ലോ. മഴ പെയ്യട്ടെ. അപ്പോൾ ഈ മഴ പെയ്യുമ്പോൾ ഓർക്കണം, മഴ പുതിയൊരു സംഭവമല്ല. വർഷങ്ങൾക്കപ്പുറത്ത് ഇവിടുന്ന് പോയ നീരാവി മുകളിൽ ഘനീഭവിച്ചുറഞ്ഞ് മേഘമായി കിടക്കുക. അതിങ്ങനെ പെയ്ത് നമുക്ക് മഴയായി ഭവിക്കുക. ഒന്നും പുതിയ മഴയല്ല, മഴ പുതുതാ, പക്ഷേ
അതിൻ്റെ സ്രോതസ് പുതിയതല്ല. ഭക്തൻ്റെ പ്രാർത്ഥന ഇങ്ങനെ. ഇപ്പോൾ കിട്ടിയതൊന്നും ഇന്നലെ പ്രാർത്ഥിച്ചതല്ല. പണ്ട് പ്രാർത്ഥിച്ചതൊക്കെ മോളിൽ കിടക്കുക, പണ്ട് ഉപവസിച്ചതൊക്കെ മോളിൽ കിടക്കുക. അത് മഴയായിട്ടൊരു ദിവസം ഇഞ്ഞ് കിട്ടും. നാളുകളിൽ അത് ലഭിക്കേണ്ടതിന് ഈ പ്രാർത്ഥനകളിൽ ഏകാഗ്രതയോടെ, ജാഗ്രതയോടെ, കൂടുതൽ കരുത്തോടെ പ്രാർത്ഥിക്കാൻ ദൈവമക്കൾക്ക് പുതിയ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. അതുകൊണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ, ആരാധിച്ചതിൻ്റെ പേരിൽ, ദൈവത്തിനായി ഇറങ്ങിത്തിരിച്ചതിൻ്റെ പേരിൽ ഒറ്റപ്പെട്ട, സങ്കടപ്പെട്ട, നീറിപ്പുകഞ്ഞ 100 അനുഭവങ്ങളുടെ നടുവിൽ ജയാളികളായി മുമ്പോട്ട് പോകാൻ യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് കയറും. നമുക്ക് ആശ്വസിക്കാൻ, നമുക്ക് വിശ്വാസമർപ്പിക്കാൻ ഒരു സങ്കേത നഗരമായി ഇന്നും യേശു കർത്താവ് ജീവിക്കുന്നെങ്കിൽ ആ കർത്താവിനെ വിശ്വസിച്ചിറങ്ങിയ തലമുറയ്ക്ക് കാലമെത്ര കഴിഞ്ഞാലും അവരെ കാത്തിരിക്കുന്നു ജീവന്റെ ഇത്തരം തുടിപ്പുകൾ, ഇത്തരം പ്രസരണങ്ങൾ. അത് നിത്യതയിലും അവരെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കും. പണ്ട് ഇന്ന് രാത്രി ഈ കേട്ട വചനം ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു. മോശ എന്ന മനുഷ്യൻ ജീവിതത്തിൽ കടന്നുപോയ ദുരിതങ്ങൾ, അദ്ദേഹം താണ്ടിയ ജീവൽ പ്രശ്നങ്ങൾ, ഇതൊന്നും അർത്ഥമില്ലാത്തതല്ല. വിശ്വസിച്ചാട്ടെ, എൻ്റെ ചെറിയ ഞരക്കത്തിന് പോലും ഒരു പ്രതിഫലമുണ്ട്. എൻ്റെ നേരിയ ദുഃഖത്തിന് ഒരു പ്രതിഫലമുണ്ട്. എൻ്റെ ജാഗരണത്തിനൊരു പ്രതിഫലമുണ്ട്. ആരും അറിയാത്ത ആത്മസംഘർഷങ്ങൾക്ക് ഒരു പ്രതിഫലമുണ്ട്. വേദനിക്കുന്ന ഹൃദയത്തിന്റെ ആഴം തിരിച്ചറിയാൻ ഉലകത്തിലാർക്കും കഴിയില്ലെങ്കിലും ഇതാ നെബോയുടെ ഇക്കരെ വെച്ച് ഞാൻ നീ കൽപ്പിച്ചതൊക്കെ അംഗീകരിച്ച് ഇവിടെ വെച്ച് ഉലകം വിട്ടു പോകാൻ സമർപ്പിതനായി തയ്യാറെടുത്തപ്പോൾ ലോകമൊരു ഭോഷനെന്ന് കണ്ട് എന്നെ ഇവിടെ ഉപേക്ഷിച്ചു പോയെങ്കിലും കൈവിടാത്തവൻ നീയാ. ഉലകത്തിൽ ആര് കൈവിട്ടാലും കൈവിടാത്ത ആ മഹാസ്നേഹത്തിന്റെ മൂർത്തിമത് ഭാവമല്ലേ ഞാനും നീയും സ്നേഹിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന ആ നല്ലവനായ യേശു. നമുക്ക് പറയാം, യേശുവേ, നിന്റെ സ്നേഹമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ആധാരം, നിന്റെ നിന്നയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ശക്തി. ആ മഹാശക്തിക്ക് മുമ്പിൽ എല്ലാ കണ്ണുകളും അടച്ചട്ടെ, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കട്ടെ, തമ്പുരാനോട് പ്രാർത്ഥിച്ചട്ടെ. അങ്ങയുടെ നിന്നയെ ചുമക്കാൻ കിട്ടുന്ന ഒരവസരവും കളയാതെ എന്നെ സമർപ്പിതനാക്കണമേ. ജീവിതത്തിൻ്റെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിൽ, മരണത്തിൻ്റെ മുനമ്പത്തും നിന്നെ മറക്കാൻ ഇടവരാത്ത സ്വസ്ഥതാ നിർഭരമായ മനസ്സിലേക്ക് എന്നെ സമന്വയിപ്പിക്കണമേ. ഈ ബോധ്യം വചനം കേട്ടവരെയും ഭരിക്കട്ടെ. ഒരാത്മസമർപ്പണത്തിനടുത്ത് എന്നട്ടെ. യേശു കർത്താവേ, മിസ്രയീമിലെ നിക്ഷേപമല്ല, നിന്റെ നിന്നയാണ് ഞങ്ങൾ വിലമതിക്കുന്നത്. യുഗലോകത്തിൻ്റെ നിക്ഷേപങ്ങൾ ശവക്കുഴി കൊണ്ടൊതുങ്ങുമ്പോൾ നിങ്ങളുള്ള പ്രത്യാശ കാലത്തെ അതിജീവിക്കും. ആ പ്രതീക്ഷയിൽ, ആ കാത്തിരിപ്പിൽ നമുക്കൊരു വേള ജാഗരൂകരാകാം. ഇന്ന് രാത്രി ഈ വചനങ്ങൾ കൊണ്ട് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.